15 ലക്ഷത്തോളം മലയാളികളുണ്ട് ഗ്ലോബലി ടെക് ഫീൽഡിൽ ക്വാളിഫൈഡും കോമ്പീറ്റൻറ്റും ആയിട്ടുള്ള ആളുകൾ. എന്നിട്ട് എന്തുകൊണ്ട് ഗ്ലോബൽ ജൈൻസ് ആയിട്ടുള്ള MNCകളും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികളും ഈ മുഴുവൻ ആളുകളിനെയും ഇവിടെ കേരളത്തിൽ തന്നെ എംപ്ലോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കില്ല? നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക കുത്തൊഴുക്കിന്റെ സാധ്യതകൾ എന്ന വിഷയത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ടീം ഇങ്ങനെ റിസർച്ച് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ചില ഡൗട്ടുകൾ എറൈസ് ആയി. ആ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ 15 ലക്ഷത്തോളം മലയാളികളുണ്ട് ഗ്ലോബലി ടെക് ഫീൽഡിൽ ക്വാളിഫൈഡും കോമ്പീറ്റൻറ്റും ആയിട്ടുള്ള ആളുകൾ. എന്നിട്ട് എന്തുകൊണ്ട് ഗ്ലോബൽ ജൈൻസ് ആയിട്ടുള്ള MNCകളും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികളും ഈ മുഴുവൻ ആളുകളിനെയും ഇവിടെ കേരളത്തിൽ തന്നെ എംപ്ലോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നില്ല? ബിക്കോസ് അവർക്കും ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആവുക അവരുടെ നാട്ടിലിവിടെ വർക്ക് ചെയ്താലല്ലേ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ 2, ഇതുപോലെ ഇത്രയും ടെക് ഫീൽഡിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും മറ്റ് ടെക് ഫീൽഡിൽ ഇത്ര കോമ്പിറ്റൻസി ഇല്ലാത്ത ആളുകളുള്ള സ്ഥലത്ത് പോലും വെൽത്തിന്റെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ മലയാളികൾക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്തുകൊണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത്ര ടെക്കീസും ടെക്നോളജി എംപവേർഡ് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് ഇനി ആ വെൽത്ത് ഫ്രീഡം നമ്മുടെ മലയാളികൾ മുഴുവൻ എൻജോയ് ചെയ്യുക. അതാണ് ഈ സാമ്പത്തിക കുത്തൊഴുക്കിന്റെ സാധ്യതകൾ. എൻജോയ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യന് ഉത്തരം പറയാനാണ് ഈ വീഡിയോ. ഇതിന് ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് കേരളത്തിൽ ടെക്കികൾക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടെക്കികളിനെ എംപ്ലോയ് ചെയ്യാനുള്ള വർക്ക് പ്ലേസസ്, അതായത് വേൾഡ് ക്ലാസ് ലാർജ് സ്കെയിൽ ടെക് വർക്ക് സ്പേസസിന്റെ ഷോർട്ടേജ് ഉണ്ട്. റൈറ്റ്? ഇത് കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതായത് ടെക് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നത് ടെക് പാർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് സിറ്റികൾ അല്ലെങ്കിൽ ഇപ്പോൾ ലുലു യൂസഫലി സാറൊക്കെ ട്രിവാൻഡ്രത്ത് ചെയ്തിട്ടുള്ള പോലത്തെ സ്പേസസ്. അതായത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ ജൈൻസ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് പോലെ അല്ലെങ്കിൽ ഗൂഗിൾ പോലെ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഒരുപാട് വേറെ കമ്പനികളുണ്ട്. അക്സെഞ്ചർ, TCS പോലെയുള്ള ഇന്ത്യൻ കമ്പനികളൊക്കെ, മൾട്ടിനാഷണൽ പ്രസൻസ് ഉള്ള കമ്പനികളൊക്കെ, അവർക്ക് ഇഷ്ടംപോലെ വർക്ക് ഉണ്ട് ലോകത്ത്. IT വർക്ക് ആയിക്കോട്ടെ, കസ്റ്റമർ കെയർ പോലുള്ള അവിടെയുള്ള യൂറോപ്പും US ഉള്ള കസ്റ്റമർ കെയർ പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, അക്കൗണ്ട് സർവീസസ് ആയിക്കോട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, മെഡിടെക് ആയിക്കോട്ടെ, മെഡിക്കൽ സർവീസ് ആയിക്കോട്ടെ, അതേപോലെ അഗ്രികൾച്ചർ ടെക് ആയിക്കോട്ടെ, മറ്റേ വെഹിക്കിൾ ടെക് ആയിരിക്കോട്ടെ, നമ്മുടെ ചിപ്പ് മാനുഫാക്ചറിങ്ങിൻ്റെ ടെക്നോളജി, അതിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ ഫ്രെയിമിങ്ങും ഒക്കെ ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഏവിയേഷൻ ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, സ്പേസ് ടെക്നോളജി ആയിക്കോട്ടെ, ടെക് റിലേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യാനുള്ള ടെക്കീസ് മുഴുവൻ നമുക്കിവിടെ ഉണ്ടായിട്ടും ഇവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവും അത് ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് കിട്ടാനുള്ള സംവിധാനക്കുറവുമാണ് ഇവിടെ അതിനുള്ള കാരണമെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചാൽ, ടെക്കിന് പൈസ ഗവൺമെൻറ് കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു കമ്പനികൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ കമ്പനികൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള അത്രയും പ്രോഫിറ്റ് കിട്ടിയാലൊക്കെ കമ്പനികൾ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പിന്നെ പണ്ട് മൂലയുള്ള പല പേടികളുമുണ്ട്. ഇവിടെ പൈസ കൊണ്ടുവന്ന് ചില പെടുമോ അല്ലെങ്കിൽ അത്ര ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പഴയ ചില കഥകളുടെ ഭാഗവും ഒക്കെ ഉണ്ടെന്ന് വെക്കുക. നമുക്ക് എന്തോ പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ഞാൻ കടക്കുന്നില്ല. ഇന്നത്തെ കണ്ടീഷൻ കേരളത്തിൽ വളരെ സുഖമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 3-4 സൊല്യൂഷനെ ഞാൻ ആകെ വയ്ക്കുന്നുള്ളൂ. നമ്പർ 1, നമ്മൾക്ക് വേൾഡ് ക്ലാസ് ലെവലിലുള്ള ലാർജ് സ്കെയിലുള്ള ടെക് റിസർച്ചും ടെക് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന ടെക് പാർക്കുകൾ ഉണ്ടാവണം. പോയിന്റ് നമ്പർ 1. റൈറ്റ്? അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർവേർഡ്സ് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു വരാം. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയും സ്ട്രാറ്റജിയും ഉള്ള, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് തന്നെ ചെറിയ ആയിരങ്ങൾ 10-1 ലക്ഷം കോടിയുടെ താഴെ വരുമാനമുള്ള GDP ഉള്ള കേരളത്തിന്, അല്ലെങ്കിൽ GDP വരുന്ന കേരളത്തിന്, ഈ പർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് GDP വരുന്ന കേരളത്തിന് 30 ലക്ഷം കോടിയിലേക്ക് ഉയർത്താനുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാനും ഗൈഡ് ലൈൻസും ടൈം ബൗണ്ട് ആയിട്ട് മൈൽ സ്റ്റോണും കൊണ്ടാണ് ഈ വീഡിയോ വരുന്നത്. വളരെ കൃത്യമായി കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് എവിടെ ചോദിച്ചാൽ ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് ഉള്ളത്, വളരെ വൾഗറായിക്കൊണ്ട് ഒരു ബേസ് ഇല്ലാതെ വിമർശിക്കുന്നത് ഒഴിവാക്കിയാൽ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ അകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ, വസ്തുതാപരമായിട്ടുള്ള വിരോധമുണ്ടെങ്കിൽ നമ്മൾക്കിരുന്ന് ഡിസ്കസ് ചെയ്ത് വസ്തുപരമായിട്ടുള്ള ആ നിലവാരത്തിലേക്ക് എത്തിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി.
ബിക്കോസ് ഈ വീഡിയോൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞ് പ്രസംഗിച്ച് പോകല്ല, സമയബന്ധിതമായിക്കൊണ്ട് സ്ട്രാറ്റജിക്കൽ പൊസിഷനിങ്ങിൽ കൂടെ നമ്മുടെ കേരളത്തിന് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ലോകത്തിലെ അറിയപ്പെടുന്ന ആളുകൾ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ടെക് ഹബ്ബാക്കി മാറ്റാനുള്ള കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാൻ ആൻഡ് അതിൻ്റെ ബ്ലൂ പ്രിന്റ് ആണ് ഈ സാധനം ആയിരിക്കണം, റൈറ്റ്? അപ്പോൾ അത് എത്ര മാറ്റാനും തിരുത്താനും ആളുകളുടെ മുമ്പ് തോൽക്കാനും മാപ്പ് പറയാനും ഒന്നും ഒരു മടിയുമില്ല. ക്ലിയർ ചെയ്ത് ശരിയാക്കി, യെസ് ഇത് എനിക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ടീം ജനറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് എടുത്തുള്ള ഒരു ഐഡിയ ആണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഗൈഡൻസോടുകൂടി അതിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മാറ്റിയെടുത്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മുടെ സ്ഥലത്തിന് ലോകത്തിനെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് ഉയർത്തുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു ആൻസർ പറഞ്ഞു, നല്ല സ്പേസ് വേണം. 2, ഇതിനുള്ള പൈസ ലോകത്തിന് എവിടെ നിന്നെങ്കിലും ഇവിടെ വരുന്നതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചില്ല. ഇവിടെ പൈസ ഉണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതെങ്ങനെയാണെന്നുള്ളത് കഴിയുമ്പോൾ ഓരോന്നായിട്ട് സ്റ്റെപ്പായിട്ട് പറയാൻ. ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ മൊബിലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കി ആ പൈസയ്ക്ക് നല്ല റിട്ടേൺസ് കൊടുത്ത് ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്, റൈറ്റ്? അതെങ്ങനെയാണ് സൂചിപ്പിച്ചു തരാം. നമ്മുടെ കേരളത്തിൽ ഓരോ പഞ്ചായത്തുകളിലും നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 5 മുതൽ 10 വരെയുള്ള ബാങ്കുകളുണ്ട്. സൊസൈറ്റികൾ, നാഷണലൈസ് ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, അത്തരത്തിലുള്ള എല്ലാം കൂടി കൂടുമ്പോൾ, റൈറ്റ്? ആ ഓരോ ബാങ്കുകളിലും മിനിമം 100 മുതൽ അതിൻ്റെ മുകളിലേക്കുള്ള കോടിയോ രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റുകളുണ്ട്. ഇതിൽ നാഷണലൈസ് ബാങ്കുകളുടെയൊക്കെ ഡെപ്പോസിറ്റൊക്കെ വലിയൊരു ശതമാനം ഇവിടെ തന്നെ റീലെൻഡ് ചെയ്യുന്നില്ല. അത് ബാംഗ്ലൂരോ പൂനെയോ ബോംബെയോ ഡൽഹിയോ അല്ലെങ്കിൽ നോയിഡയോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് റൂട്ട് ചെയ്യപ്പെടും. അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? അതിന് പകരം അതിൻ്റെ ഒരു 25%, ബിക്കോസ് 75% ആളുകൾക്ക് വല്ല കല്യാണങ്ങൾക്കോ അവർക്ക് വീട് കെട്ടാനോ വേറെ വല്ല ആവശ്യങ്ങൾക്ക് വെച്ച പൈസ ആയിരിക്കും നിൽക്കുക. അതിൻ്റെ ഒരു 25%, അതായത് ഒരു പഞ്ചായത്തിൽ 5 മുതൽ 8 ബാങ്ക് 10 ബാങ്ക് വരെയുള്ളതിൽ ഒരു 800 കോടി ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിൽ 25%, 200 കോടി ഉറുപ്പ്യ അതാത് പഞ്ചായത്തുകളിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ഇവിടുത്തെ ഈ ഹൈ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള പ്രോബ്ലമേ സോൾവ് ആവും, റൈറ്റ്? ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്ക് എന്താ മെച്ചം കിട്ടുക? അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്സൽ ഷീറ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പറഞ്ഞുതരാം. അതിൻ്റെ ഇതൊക്കെ ഇപ്പോൾ മെച്ചം കിട്ടുന്നത് ഒരു വെറും 7% 6% ബാങ്കിലിടുമ്പോൾ കിട്ടുകയും, അല്ല ഷെഡ്യൂൾഡ് ബാങ്കിൽ കുറച്ചും കൂടി മുകളിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റികളിലിട്ട ഒരു 10% വരെ കിട്ടുകയും, ഇനി SIP മ്യൂച്വൽ ഫണ്ട്സിൽ കിട്ടുകഴിഞ്ഞാൽ ഒരു 15% വരെ കിട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടേൺസ് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ടെക് പാർക്കുകളിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് 24% അപ്രീസിയേഷൻ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലായിരിക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, മേ ബി സബ്ജക്ട് ടു മാർക്കറ്റ് കണ്ടീഷൻസ് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അതും എങ്ങനെയാണെന്ന് വളരെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സൂചിപ്പിച്ചത്. അപ്പോൾ ഫണ്ട് എവിടെ നിന്നാണ് മൊബിലൈസ് ചെയ്യുന്നത്? കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട്? കേരളത്തിൽ 900 ചില്ലറ പഞ്ചായത്തുകളുണ്ട്. ഓരോ പഞ്ചായത്തുകളിലും നമ്മൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ 15 ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളൂ. അവർക്കെല്ലാവർക്കും പണി അതാത് പഞ്ചായത്തുകളിൽ തന്നെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആളുകൾക്ക് 24% റിട്ടേൺസും കിട്ടുമ്പോൾ നമ്മുടെ സ്ഥലം വെൽത്തിയാവാനുള്ള ഒരു ചെറിയ സ്കോപ്പില്ല, മനസ്സിലെന്ന് വെച്ചാൽ മതി. സ്വാഭാവികമായിക്കൊണ്ട് ഇത്തരത്തിൽ അതാത് പഞ്ചായത്തുകളിൽ നിന്നിട്ട പൈസ കൊണ്ട് അതാത് പഞ്ചായത്തുകളിൽ ബിൽഡിങ് ചെയ്യുമ്പോൾ ആ ബിൽഡിങ് കോസ്റ്റ് കുറഞ്ഞിട്ടല്ലേ കിട്ടുക? ആ കോസ്റ്റ് കുറഞ്ഞ് കിട്ടുമ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾ ഇവിടെ വരാൻ തയ്യാറാവുമോ? ഉറപ്പാണ് തയ്യാറാവും. റീസൺ എന്താണ്? അവർക്ക് ബാംഗ്ലൂരോ ഹൈദരാബാദൊക്കെ കൊടുക്കുന്ന സാലറിയുടെ ഇനി എറൗണ്ട് 10% കുറവ് ഇവിടെ കൊടുത്താൽ തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അതിനെക്കാട്ടിലും റിച്ചായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചിലവ് കുറവാണ്. കേരളം പോലുള്ള സ്ഥലത്ത് എഡ്യൂക്കേഷൻ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എല്ലാ സ്ഥലത്തും കമ്പയറിങ് ടു ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് ഓർ ദുബായ്. അതാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് അല്ല പറയുന്നത്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് ലിവിങ്, ഈവൻ ഹോസ്പിറ്റൽസ്, എല്ലാ സാധനങ്ങളും വളരെ ജീവിക്കാൻ സുഖമുള്ള സ്ഥലമാണ് കേരളം, സൗകര്യമുള്ള സ്ഥലമാണ്. അതുമല്ല വൈഡായിട്ട് നമുക്ക് പഞ്ചായത്തുകളിൽ ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ടെക് പാർക്കുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയില്ലേ? അത് കഴിഞ്ഞാൽ MNCകൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യില്ലേ? ഉറപ്പാണ്, തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും. അടുത്തത് അപ്പോൾ ഗ്ലോബൽ കേരള ടാലൻറ്റ് നമുക്കിവിടെ റീസ്റ്റോർ ചെയ്ത് ഇവിടെ നിർത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാലൻറ്റ് നാട്ടിലുള്ളത് പ്ലസ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് നമ്മുടെ ലോക്കലി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ട ക്യാപിറ്റൽ പ്ലസ് നല്ല ഗവേണൻസും കൂടി കൂടുമ്പോൾ കേരള ആസ് എ വെൽത്തി ഗ്ലോബൽ ടെക് ഹബായി മാറും. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുമോ? അങ്ങനെയും ചിന്തിക്കേണ്ട ആരും. ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഇന്നിവിടെ കാണുന്ന ദുബൈയും ഇവിടെ കാണുന്ന നമ്മൾ കാണുന്ന സിലിക്കൺ വാലിയും ഒന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. വർഷങ്ങൾക്ക് മുമ്പ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ
സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ബോസ്റ്റണിലും ന്യൂയോർക്കിലും പോകേണ്ടി വന്നപ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടിനെ, ആ ഗ്യാപ്പിനെ പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ന് കാണുന്ന HP എന്ന കമ്പനിക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ സിലിക്കൺ വാലിയൊക്കെ ഇന്നത്തെ സിലിക്കൺ വാലിയുടെ ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നത്. അതിനൊക്കെ വർഷങ്ങൾ, 100ഓളം വർഷങ്ങൾ എടുത്തിട്ട് നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പം അതുപോലെ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ സ്പീഡിൽ കാര്യങ്ങൾ പോകണതുകൊണ്ട് 10-25 വർഷം കൊണ്ട് അത് എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്തത്, ഓരോ പാർട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത്? ഈ പോളിസിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ സൊസൈറ്റിക്ക് എന്താണ് ഗുണം? പോയിന്റ് നമ്പർ 1. അടുത്തത് നമ്പർ 2, അത് ഞാൻ പോയിന്റുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു പോയിന്റ്, ആദ്യത്തെ പോയിന്റ്, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഈ ഇവിടുത്തെ സൊസൈറ്റിക്ക് എന്താണ് ഗുണം? സർക്കാർ സർക്കാർ എന്ത് ചെയ്തു തരുമ്പോൾ സൊസൈറ്റിക്ക് എന്താണ് ഗുണം? ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇൻവെസ്റ്റേഴ്സ്, ഈ ബിൽഡിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു റിസ്ക് അല്ലേ എടുക്കുന്നത്, അവർക്ക് എന്താണ് ഗുണം? മൂന്നാമത്തെ പോയിന്റ്, എംപ്ലോയീസിന് എന്താണ് ബെനിഫിറ്റ്? ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ വർക്ക് ചെയ്ത് പുറത്ത് പോകാണ്ട് ഇവിടെ വർക്ക് ചെയ്താൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടാൻ? നാലാമത്തെ ഗുണം, ഈ ഓർഗനൈസേഷൻസ് എന്ത് ഗുണം ഉണ്ടാകും? ഇത് 4 വീഡിയോ പാർട്ടായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ 4 വീഡിയോ ഏത് പാർട്ട് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്ന മോഡലിൽ. വളരെ അടുത്ത പാർട്ടായിട്ടുള്ളതിൽ വരുന്നത് സൊസൈറ്റിക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ ഈ പാർട്ട്, ഈ ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കിയറിയാം 4 കോളംസ് ആണ്. ഒന്ന് സീരിയൽ നമ്പർ, രണ്ടാമത്തെ ഒന്ന് യൂണിറ്റ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മൂന്നാമത്തെ ഒന്ന് ഒരാൾ, 1 ടെക് പേഴ്സൺ വർക്കിംഗ് ഔട്ട് സ്റ്റേഷൻ, ഇമ്പാക്റ്റ് ഇൻ ദ സൊസൈറ്റി. അതായത് ഇവിടെയുള്ള ഒരാൾ ഇവിടുന്ന് ക്വാളിഫൈഡ് ആയിട്ട് ബാംഗ്ലൂരോ ഹൈദരാബാദോ ദുബൈയിലോ പുറത്തു പോയി വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതാണ് മൂന്നാമത്തെ കോളം. നാലാമത്തെ കോളം എന്ന് പറയുന്നത് 1 ടെക് പേഴ്സൺ വർക്കിംഗ് ഇൻ സ്റ്റേഷൻ, ഇവിടെ പഠിച്ച് ക്വാളിഫൈഡ് ആയി ഇവിടെ ഒരു MNC വന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി വന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ടു ദിസ് സൊസൈറ്റി, ദാറ്റ് മീൻസ് കേരള. ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും കോളംസ്. ക്ലിയർ? ഞാൻ മൂന്നാമത്തെ കോളംസിൽ മുഴുവൻ വായിച്ചു പോകണം, എന്നിട്ട് നാലാമത്തെ ഇരിക്കുകയുള്ളൂ. മൂന്നാമത്തെ കോളത്തിൽ, അതായത് ഒരാൾക്ക് ഒരു ശമ്പളം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കോളത്തിൽ ആദ്യത്തെ കോളം റവന്യൂ പറഞ്ഞാൽ ഒരുമിച്ച് കമ്പനിക്കുള്ള വരുമാനം ഇവിടെ വരുന്നില്ല. ബിക്കോസ് ആ മൂന്നാമത്തെ കോളത്തിൽ ആൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരോ പുറത്തെവിടെയെങ്കിലും. അയാൾക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? പാവം, അയാൾക്ക് ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. അയാൾ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? ഇവിടെ പഠിച്ചിറങ്ങി ജോലി കിട്ടുമ്പോൾ ഒരാൾക്ക് 50,000 രൂപ ശമ്പളം കിട്ടുമെന്ന് വെക്കുക. ചിലപ്പോൾ 1 ലക്ഷം ആവാം, 2 ലക്ഷം ആവാം, 40,000 ആവാം, ദാറ്റ് ഡിപ്പെൻസ്. ഞാനൊരു സുമാർ ഒരു 50,000 എന്നുള്ള ഒരു കണക്കിലാണ് ഞാൻ വർക്ക് ചെയ്ത് പോകുന്നത്. ഈ യൂണിറ്റ് മാറുന്നതനുസരിച്ച് നിങ്ങളനുസരിച്ച് മാറ്റി കാൽക്കുലേറ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ക്ലിയർ ആയോ? സാലറി നിങ്ങൾക്ക് കണ്ട 50,000 രൂപ ബാംഗ്ലൂരോ ഹൈദരാബാദോ ഡൽഹിയിലൊക്കെ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് നാട്ടിലേക്ക് സ്വാഭാവികമായിട്ട് 20,000 രൂപയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങളുടെ കേസ് സ്റ്റഡിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ബിക്കോസ് ബാക്കിയുള്ള അവിടെ ചിലവുണ്ടാകും. ചിലപ്പോൾ അത്രയും കൊണ്ടുവരാൻ പറ്റില്ല, പുറത്തവിടെ EMI ഒക്കെ ആയിട്ട്. എന്നാലും മിനിമം ഒരു 20,000 രൂപ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കും. അതായത് ടു ഹോം ടൗൺ 20,000 രൂപ. അടുത്തത് മന്ത്, എത്ര മാസമാണ്? 12 മാസം ഒരു കൊല്ലത്തിൽ 12,000. അപ്പോൾ സബ് ടോട്ടൽ എന്ന് പറയുന്നത് 20,000 × 12 ഗീവ്സ് 2,40,000 രൂപ അവർ ഒരു വർഷത്തിൽ ആ എംപ്ലോയി നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ആ 2,40,000 രൂപ കൊണ്ടുവന്നാൽ ഇവരെന്താ ചെയ്യുക? ഇവിടെ നാട്ടിലിപ്പോൾ ഒന്നുകിലും വല്ല സൊസൈറ്റിയിലിടും, അല്ലെങ്കിൽ വല്ല ബാങ്കിലിടും. ബാങ്കിലിട്ട് ആ പൈസ ചിലപ്പോൾ കുറച്ച് ഇവിടെ ലെൻഡ് ചെയ്യും, കുറച്ച് നേരെ ഡൽഹിക്ക് പോകുമ്പോഴേക്കും തിരിച്ചങ്ങോട്ട് പോയിട്ട് അവിടെ ലെൻഡ് ചെയ്യാൻ വേണ്ടി പോവും. അപ്പോൾ അല്ലെങ്കിലോ ഇവിടെ കുറച്ച് ആൾക്കാർ അതിന് വല്ല കല്യാണത്തിനോ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ലോൺ എടുക്കും. അപ്പോൾ ഒന്ന് ടേൺ അറൗണ്ട് ചെയ്യും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ വീട് കെട്ടാനോ വല്ല ലോൺ എടുക്കും, അതൊന്ന് ടേൺ അറൗണ്ട് ചെയ്യും. ഭൂരിഭാഗം പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഗോൾഡ് ആകുമ്പോൾ അതിൻ്റെ GDP വീണ്ടും മൾട്ടിപ്ലൈ ആവുന്നത് കുറവായിരിക്കും. അങ്ങനെ മൾട്ടിപ്ലൈ ആവുന്നത് വളരെ കുറവായതുകൊണ്ട് 2 മൾട്ടിപ്പിൾസ് ആണ് GDPയുടെ ഒരു സാലറീഡ് പേഴ്സൺ കേരളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നുള്ളൂ. സാധാരണ ഇൻഡസ്ട്രി ആണെങ്കിൽ 5 വരെ, 4 മുതൽ 5 വരെ സംഭവിക്കാം. അത് ഇത് കഴിയുമ്പോൾ ഡീറ്റെയിൽ. അപ്പോൾ 4,80,000 രൂപ കേരളത്തിലേക്ക് GDP ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ ഈ സ്റ്റഡിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. 4,80,000 വരുമ്പോൾ ടാക്സ് സുമാർ ഒരു GDP റൺ ചെയ്യുമ്പോൾ 10% വരെ ടാക്സ് വന്നേക്കാം. സുമാർ 8 മുതൽ 10 വരെ വന്നേ, 10 തന്നെ എടുക്കുക, ഹയർ എൻഡ്. 48,000 രൂപ ടാക്സ് ഗവൺമെൻറ്റിന് കേരളത്തിൽ കിട്ടും. റൈറ്റ്? എറൗണ്ട് സെൻട്രലിനും സ്റ്റേറ്റിനും കൂടി കൂടിയിട്ട് വരുമാനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അതിൻ്റെ താഴത്തെ 2-3 വർക്ക് സ്പേസ്, അതൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കേസിലേ വർക്ക് ചെയ്യുള്ളൂ. ഇതിലപ്പോൾ 0,
അടുത്തത് എക്സ്പെക്റ്റഡ് സ്ക്വയർ ഫീറ്റ്, റെന്റഡ് സ്ക്വയർ ഫീറ്റ് 0, മന്ത് 0, റീഎംബേഴ്സിബിൾ 0, ബാലൻസ് 0. എന്നതിന് ശേഷം കേരളത്തിൽ 15 ലക്ഷം ആളുകളുടെ ടെക്കീസ്. അപ്പോൾ 15 ലക്ഷം ആളുകൾ ഇൻറ്റു 48,000 അല്ലെങ്കിൽ 15 ലക്ഷം ആളുകൾക്ക് ഈ പൈസ, അതായത് 4,80,000 രൂപ ഇവിടെ കിട്ടിയാൽ, അല്ലെങ്കിൽ ടാക്സ് ടു ദ ഗവൺമെൻറ് കിട്ടിയാൽ, അതായത് ഇവിടുത്തെ GDP ടോട്ടൽ 15 ലക്ഷം ആളുകൾ ഇവിടെ 4,80,000 രൂപ ഒരു കൊല്ലം GDP ഉണ്ടാക്കിയെടുത്താൽ അതിൽ 72,000 കോടി GDP കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് കേരളത്തിൻ്റെ പൊസിഷൻ. ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അല്ല ഇവിടെ പഠിച്ച ഒരാൾ പുറത്തു പോയി വർക്ക് ചെയ്താൽ കേരളത്തിന് കിട്ടുന്ന ഗുണം അത് ദുബായിൽ എവിടെ വർക്ക് ചെയ്താലും അതാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്? യെസ്, നമ്മൾ തീരെ ദരിദ്രരാണോ? അതല്ല, പക്ഷെ നമുക്ക് ഈ ഗുണമാണ് കിട്ടുന്നുള്ളൂ. പക്ഷേ വേറൊരു കേസ് ഇതിൻ്റെ എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളുടെ ഇവിടെ ഇതേ കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യണമെന്ന് ഇരിക്കട്ടെ, കേരളത്തിൽ MNCകൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യണമെന്നിരിക്കട്ടെ. ആ കേസിൽ ആദ്യത്തെ കോളം ഈ ഗ്ലാസ് ഇത് ഇവിടെ കാണണ്ടാവുമല്ലോ നിങ്ങൾ എക്സൽ ഷീറ്റ്. റവന്യൂ 2 ലക്ഷം. ബിക്കോസ് ഒരാൾക്ക് 50,000 രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ അയാൾ എംപ്ലോയ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് ചുരുങ്ങി 2 ലക്ഷം രൂപയെങ്കിൽ റവന്യൂ വരുന്നുണ്ട്. അവർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇവിടെ വർക്ക് ചെയ്യണു, അയാൾക്ക് 50,000 രൂപ കമ്പനി ശമ്പളം കൊടുക്കണമെങ്കിൽ അയാൾക്ക് US എന്നോ UK എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും ഒരു ഓർഡർ വരുമ്പോൾ ആ കമ്പനിക്ക് അയാളുടെ പേരിൽ 2 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാതെ 50,000 രൂപ കൊടുക്കില്ല. അത് വെരി ഫാക്റ്റാണ്. അപ്പോൾ 2 ലക്ഷം രൂപ ഇൻകം കമ്പനിക്ക് വന്നു. ആ കമ്പനിക്ക് അത് ഹോം ടൗണിൽ എവിടെ ഇറങ്ങുന്ന ആ പൈസ മുഴുവൻ 2 ലക്ഷം രൂപയും കേരളത്തിൽ വന്ന് ഇറങ്ങി, ഇവിടുത്തെ ഒരു കമ്പനിയാണെങ്കിൽ. എന്നിട്ട് എന്തായി? അത് 12 മടങ്ങായി. അപ്പോൾ എത്രയായി? 24 ലക്ഷം രൂപയായി. മറ്റേതിൽ എത്രയാണ് വരുന്നത്? വെറും 20,000 രൂപ നാട്ടിലേക്ക് വരുന്നു. ഇൻറ്റു 12 വെറും 2,40,000 രൂപയ്ക്ക് വരും. ഇവിടെ 24 ലക്ഷം രൂപ വന്നു. ക്ലിയർ ആയോ? അത് എത്ര ടൈംസ് റോൾ ചെയ്യും? 5 ടൈംസ് റോൾ ചെയ്യും കമ്പനികൾ വരുമ്പോൾ. അതായത് GDP 5 തവണ തിരിയും. 5 തവണ, അതായത് പൈസ ഇവിടെ വന്നു, അത് ശമ്പളമായിട്ട് കൊടുത്തു, അയാൾ ചീപ്പ് വാങ്ങി, ഇത് വാങ്ങി, അല്ലെങ്കിൽ വാടക കൊടുത്തു, അല്ലെങ്കിൽ കറണ്ട് ചാർജ് കൊടുത്തു, പെയിന്റ് അടിച്ചു, അങ്ങനെ ഇവിടെ 5 പ്രാവശ്യം റിവോൾവ് ചെയ്യും. 5 പ്രാവശ്യം റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ 24 ലക്ഷം രൂപ 1,20,00,000 രൂപയായിട്ട് മാറും. റൈറ്റ്? അതിൻ്റെ 10% ടാക്സ് എന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപ ടാക്സ് വന്നു സർക്കാർ. ഇൻസ്റ്റെഡ് ഓഫ് മറ്റേല് ഈ 1,20,00,000 രൂപയ്ക്ക് പകരം ഒരാൾ ഇവിടുന്ന് പഠിച്ച് പുറത്തു പോയി പണിയെടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ വെറും 4,80,000 രൂപ GDP. അതിൽ ടാക്സ് വരുന്ന വെറും 48,000 രൂപ. ഈ കേസിൽ ഇവിടെ തന്നെ പണിയെടുക്കണമെങ്കിലോ ആ 4 ലക്ഷത്തിന് പകരം 1,20,00,000. അതിൽ ടാക്സ് ആയിട്ട് വരുന്നത് മാത്രം 12 ലക്ഷം രൂപ സർക്കാരിന് വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നമുക്ക് സിംഗപ്പൂർ എടുക്കുക. എന്താണ് അവിടെ? പോർട്ടും അവിടെ പല സൗകര്യങ്ങളും പണ്ട് മുതലേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ ഇത്ര നല്ല രീതിയിൽ സിംഗപ്പൂർ ഗ്രോ ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തത് ദുബായ് എങ്ങനെ ഗ്രോ ചെയ്യുന്നത്? ദുബായ് ഫ്രീ ടാക്സ് ഇല്ല എന്നുള്ള ഒരു വ്യൂവിലാണ്. അങ്ങനെയല്ലേ അവിടെ ഈസിയാണ്, കാര്യങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് ഫയൽസ് എല്ലാം മൂവ് ചെയ്യും, വേഗം നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുക, ഫ്രീ സോൺസ് ആണ് എന്നൊക്കെയുള്ള പേരിലാണ് ദുബായ് ഗ്രോ ചെയ്യുന്നത്. വേണ്ട സ്വിറ്റ്സർലാൻഡ് എങ്ങനെ ഗ്രോ ചെയ്യുന്നത്? സ്വിസ് ബാങ്കുകൾ അവിടെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ടാൽ അവൻ്റെ ആർക്കാ പൈസ ഇട്ട് എന്താണെന്നുള്ള ഡീറ്റെയിൽ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ള പോളിസി. ഇതുപോലെ ഓരോ പോളിസി പ്രകാരം ഗ്രോ ചെയ്യുന്ന പോലെ നമ്മളൊരു പോളിസി ഫ്രെയിം ചെയ്യാൻ വേണ്ടി സർക്കാരിനടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ് ഇപ്പോൾ സൂചിപ്പിച്ചു തരാം. ഒരാൾക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ, നേരത്തെ പറഞ്ഞ ഒരു ടെക് എഞ്ചിനീയർക്ക് ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം ചുരുക്കത്തിൽ. അതായത് അതിൻ്റെ റിക്രിയേഷൻ സ്പേസ് ഒക്കെ കൂടിയിട്ട് 100 സ്ക്വയർ ഫീറ്റ് വേണമെന്നാണ് സുമാർ ഒരു കണക്ക്. 100 സ്ക്വയർ ഫീറ്റിന് ഇവിടെ നിന്നുള്ള വാടക എന്ന് പറയുന്നത് 50 രൂപ പെർ സ്ക്വയർ ഫീറ്റ്. 60 രൂപയാണ് ടെക്. ഇതിലൊക്കെ 70 രൂപ മുതൽ 60 രൂപ മുതൽ 120 രൂപ വരെ ഉണ്ട് സ്മാർട്ട് സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കേരളത്തിൽ നമുക്കിവിടെ പാലക്കാടോ അല്ലെങ്കിൽ പുറത്തോ എവിടെയൊക്കെ ഗ്രാമങ്ങളിൽ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിൽ ഡെവലപ്പ് ചെയ്താൽ 50 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് നമുക്ക് കൊടുക്കാൻ കഴിയും. അത് 12 മാസത്തേക്ക് വരുമ്പോൾ വെറും 60,000 രൂപ വാടകയെ വരുള്ളൂ ഒരു മാസം. ഇൻ കേസ് ഇനിയിപ്പോൾ അവർക്ക് കറണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം വയ്ക്കുക, ഒരാൾക്ക് ഒരു 100 യൂണിറ്റ് മുകളിൽ ഒരു മാസം വരില്ല ഒരാൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നവിടെ. അതിനും ഒരു 60,000 രൂപ വയ്ക്കുക. അപ്പോൾ എത്രയാണ്? 1,20,000 രൂപ. 1,20,000 രൂപ ഈ ഗവൺമെൻറ് 12 ലക്ഷം ടാക്സ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഉറപ്പിച്ചിട്ട് ഒരാൾക്കും ഒന്നും വെറുതെ കൊടുക്കാനുള്ള സംവിധാനമേ അല്ല ഞാൻ പറഞ്ഞു. ഞാൻ സജഷനാണ് പറയുന്നത്. 12 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഇവിടെയുള്ള എല്ലാ സാമ്പത്തിക വിദഗ്ധരും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത്, ഇത് നിയമസഭയിൽ എവിടെയാണ് പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട അവിടെയൊക്കെ ചർച്ച ചെയ്ത് ഓപ്പണായിട്ട് എന്നാൽ അറിയുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് അറിയുന്ന എന്ത് ഗൈഡൻസും എന്ത് ചർച്ചയ്ക്കും ഏത് സമയത്തും എവിടെ ഓപ്പണായിട്ട് തയ്യാറാണ്.
അതിനുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് ഡെപ്തിൽ ഗ്രൗണ്ടഡ് ആയിട്ട് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എവിടെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല, പറഞ്ഞു കൊടുക്കാം. പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് എല്ലാവരുടെയും ചർച്ച ചെയ്ത് ഇത് ഓക്കെയാണ്, നമ്മളൊന്നും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കില്ല. ഇങ്ങോട്ട് 12 ലക്ഷത്തോളം ഉറുപ്പ്യ കിട്ടിയിട്ട് ഇനിയിപ്പോൾ അതിന് 50% ആണെങ്കിൽ 6 ലക്ഷത്തോളം ഉറുപ്പ്യ ഇങ്ങോട്ട് കിട്ടിയിട്ട് ആണ് നമ്മൾ 1,20,000 ഉറുപ്പ്യ ആ കമ്പനികൾക്ക് പുറത്തുനിന്ന് വന്ന് ഇവിടെ എംപ്ലോയ് ചെയ്യുന്ന കമ്പനികൾക്ക് എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റീഎംബേഴ്സ് ചെയ്ത് കൊടുത്താൽ ലോകത്തിലെ ആദ്യത്തെ ടെക്കിന് ഫ്രീ സ്പേസും ഫ്രീ ഇലക്ട്രിസിറ്റിയും കൊടുക്കുന്ന സ്ഥലമായിട്ട് നമുക്ക് കേരളത്തിന് മാറാൻ പറ്റും. സ്വിസ് ബാങ്കുകൾ എങ്ങനെ ഡെവലപ്പായോ, ദുബായ് എങ്ങനെ ഡെവലപ്പായോ, സിലിക്കൺ വാലി എങ്ങനെ ഡെവലപ്പ് ആവണോ, അല്ലെങ്കിൽ സിംഗപ്പൂർ എങ്ങനെ ഡെവലപ്പ് ആവണോ, ചൈന എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തിട്ട് ഡെവലപ്പ് ആവണോ, ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ USB, നമ്മൾക്ക് എല്ലാവർക്കും കഴിയുന്ന USB ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇത് ചെയ്താൽ ഇന്ന് ലോകത്തിലൊരു സ്ഥലത്തും ഞാൻ അന്വേഷിച്ച് എൻക്വയറി ചെയ്ത് ഗൂഗിൾ, ബിക്കോസ് നമുക്ക് അത്രയ്ക്കല്ല നമ്മുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഗൂഗിൾ ഇത് ChatGPT അടുത്ത് ചോദിച്ചപ്പോൾ ലോകത്തിലെവിടെയും ടെക് കമ്പനികൾക്ക് ആരും ഫുൾ ഫ്രീ ആയിട്ടുള്ള സ്പേസ്, ഫുൾ ഫ്രീ ആയിട്ടുള്ള കറണ്ട് ഇത് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ഇല്ല. ആ USB നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്ലോബൽ ജൈൻസ് ഇങ്ങോട്ട് പറന്ന് ഇങ്ങോട്ടെത്തും, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വിളിക്കാതെയും നമ്മൾ അങ്ങോട്ട് വേണ്ടി ഇൻവൈറ്റ് ചെയ്താലും ഒരു വേഗം വരും. ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണ് അതിൻ്റെ നെറ്റ്സെല്ല് കിട്ടുന്നതിൻ്റെ 10% തിരിച്ച് റീഇംബേഴ്സ് ചെയ്താൽ ആ കമ്പനിക്ക് ലാഭം, ഇങ്ങോട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെ 10% റീഇംബേഴ്സ് ചെയ്താൽ ഇവിടെ നമ്മൾക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഒപ്പം അങ്ങനെ നടന്നാൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇപ്പോൾ 15 ലക്ഷം ആളുകളുണ്ട്, അത് 25 ലക്ഷം ആവാൻ വലിയ സമയം വേണ്ട, ബിക്കോസ് പുറത്ത് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തും. അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ കുട്ടികൾ കൂടുതൽ ഇനി ടെക് ഫീൽഡുകളിലേക്ക് പഠിച്ചു വരും. 25 ലക്ഷം കുട്ടികൾ വന്നാൽ ഒരു കുട്ടിയിൽ നിന്ന് 2 ലക്ഷം രൂപ ടോട്ടൽ റവന്യൂ ഈ രാജ്യത്തേക്ക് ഈ സ്റ്റേറ്റിലേക്ക് ഒഴുകിയെത്തിയാൽ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് 72,000 കോടി ഇവിടെയുള്ള ആൾക്കാർ പുറത്തു പോയി ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് ശരിക്ക് 30 ലക്ഷം കോടിയിലേക്ക് ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾക്ക് നമ്മുടെ ഇവിടുത്തെ എക്കണോമിനെ ഉയർത്താൻ കഴിയും. ഇതിന് ചിലപ്പോൾ ഒരു മാവ് മാങ്ങ പറിച്ച് പൈസ കൊടുത്ത് വാങ്ങി തിന്നാൻ എളുപ്പമാണ്. ഒരു മാവ് വെച്ചത് കായ്ക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുപോലെ 10, 25, 50 വർഷം നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിനായിട്ട് നമ്മുടെ ലീഡേഴ്സും ഈ സംവിധാനങ്ങളും ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ ഓപ്പറേഷൻസ് ഓർഗനൈസേഷൻസ് ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ തന്നെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ആരും ഇത് ഏറ്റെടുത്ത് കറക്റ്റ് ആവില്ലെങ്കിൽ നമ്മൾക്കിത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റവും സ്ട്രാറ്റജിയും അതിൻ്റെ SOPയും എല്ലാം ഞങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയ എല്ലാവരെയും റിവ്യൂസും അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരുത്തേണ്ട എല്ലാം വരുത്തിക്കൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഒപ്പം സർക്കാർ ഈ ഒരു സഹായം കൂടി, അതായത് എന്താ സഹായിക്കേണ്ടത്? ഒന്നും കൊടുക്കണ്ട, ഇങ്ങോട്ട് 10 വാങ്ങിച്ച് കിട്ടുമ്പോൾ 1 അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായാൽ ഇറ്റ് വിൽ ബി എ വേൾഡ് ക്ലാസ് സാധനമാവും, ഒരു സംശയം വേണ്ട. ക്ലിയർ ആയോ? ഈ എക്സൽ ഷീറ്റ് നന്നായി പരിശോധിക്കുക. അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ 48 മടങ്ങ്, 48% അല്ലേ, 48 മടങ്ങ് നമ്മുടെ സ്റ്റേറ്റ് വളരും. വെൽത്തി ആവുമോ? ക്ലിയർ ആയോ? എന്താണ് സാമ്പത്തിക കുത്തൊഴുക്കെന്ന് ശാസ്ത്രീയമായിട്ട് പോയിന്റ് ബൈ പോയിന്റ്, ഫിഗർ ടു ഫിഗർ നമ്പറിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തുണ്ടേ പറഞ്ഞാണ് ഇത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എന്താണോ സിലിക്കൺ വാലി, എന്താണോ ദുബായ്, എന്താണോ സിംഗപ്പൂർ, അവിടെയൊക്കെ സംഭവിക്കുന്ന പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് സംഭവിപ്പിച്ച് എടുക്കാൻ പറ്റും. എന്തിൻ്റെ പവറാണത്? ധാന്യമലി വെറുതെ തരും, ധാന്യമലി പറ്റിക്കണം ഒന്നുമല്ല. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഇന്നോവേഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് സപ്ലൈ. നമ്മൾ വളരെ ഇന്നോവേറ്റ് ചെയ്യണു, നമ്മൾ വളരെ പ്രൊഡക്ടിവിറ്റി ആയിട്ട് പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടാക്കണു, അത് സപ്ലൈ ചെയ്യണു ലോകം മുഴുവൻ. ഇതും കൊണ്ടാണ് വെൽത്ത് ആവണം, അല്ലാണ്ട് വെൽത്ത് വരെ തന്നെ ഉണ്ടാവണ സാധനമൊന്നുമല്ല. ഇത് ചെയ്താൽ മാത്രമേ വെൽത്ത് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആളുകളുടെ പുറത്ത് കരഞ്ഞിട്ടൊന്നും വെൽത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ ആരും കാണാത്ത ഭയങ്കരമായിട്ടൊരു പവർ നമുക്ക് കിട്ടും. അതായത് എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിനെയും US-നെയൊക്കെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയൊക്കെ ബഹുമാനിക്കുന്നത് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇൻ്റലക്ച്വൽ പവേഴ്സ്, അതായത് ഇത്തരത്തിലുള്ള ഇൻവെൻഷൻസിൻ്റെ പവേഴ്സ്, വലിയ വലിയ ടെക്കിൻ്റെ പവേഴ്സ്, അതായത് അത് വെപ്പണിലായിക്കോട്ടെ, സൗകര്യങ്ങളിലായിക്കോട്ടെ, കാറിലായിക്കോട്ടെ, EVസിലായിക്കോട്ടെ, ബാറ്ററീസിലായിക്കോട്ടെ, ഫ്ലൈറ്റ്സിലായിക്കോട്ടെ, ഏവിയേഷനിലായിക്കോട്ടെ, സോഫ്റ്റ്വെയറിലായിക്കോട്ടെ, റോബോട്ടിക്സിലായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായിക്കോട്ടെ, എല്ലാറ്റിലും, ബുള്ളറ്റ് ട്രെയിൻസിലായിക്കോട്ടെ, എല്ലാറ്റിലും അവരുടെ ഇമ്മൻസ് ആയിട്ടുള്ള ഈ ഹൈ ഇൻ്റലിജൻസ്. അതായത് ഇവിടുത്തെ പേറ്റൻറ്റുകളൊക്കെ അവരിൽ പലരിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ടെക്കിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്ത് 25 ലക്ഷത്തോളം ആളുകൾ നമ്മുടെ അവിടെ ഓരോ പഞ്ചായത്തുകളിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
യെസ്, ഇനീഷ്യലി ചിലപ്പോൾ 5-10 വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി ബുദ്ധിമുട്ട്. ഇപ്പോൾ ജപ്പാനൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ആദ്യം ഇനീഷ്യലി തുടങ്ങുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വന്ന കുറേ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അത് സുഖത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. അതേപോലുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളൊരു 5-10 വർഷമൊക്കെ ഒന്ന് സഹിച്ചാലേ നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ്, കേരളം എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അടുത്ത 25 വർഷം കഴിയുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളിൽ. അതിൻ്റെ അർത്ഥം അന്ന് തോന്നിയാവസം കാണിക്കണമെന്നല്ല, ഹമ്പിളായിരിക്കണം, സിമ്പിളായിരിക്കണം, ബട്ട് പവർഫുള്ളാണ്. ഇതാവാൻ നമുക്ക് കഴിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് സൊസൈറ്റി നമ്മുടെ ഈ മോഡലിൽ കൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്. റൈറ്റ്? ക്ലിയർ ആയോ? ഹോപ്പ് യു ഗോട്ട്. ഇനി അടുത്തത് ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, എംപ്ലോയീസിന് കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അടുത്ത ഓർഗനൈസേഷൻസ് ഉള്ള ബെനിഫിറ്റ് വേറെ ചാപ്റ്റർ ആയിട്ട് വരാം. താങ്ക് യു. ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക കുത്തൊഴുക്കിൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ ബെനിഫിറ്റ് കിട്ടും, എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് ആരാണ്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അവർക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എവിടെ നിന്നാണ് ഉണ്ടാവുക, അങ്ങനെ ഓപ്പർച്യൂണിറ്റി നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഓരോ പഞ്ചായത്തുകളിലും നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഒരു 5 മുതൽ 8 വരെ അല്ലെങ്കിൽ 10 വരെ ബാങ്കുകളുണ്ട്. അതായത് ബാങ്കുകൾ, സൊസൈറ്റികൾ, NBFCകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇങ്ങനെയെല്ലാം കൂടി കൂട്ടിയിട്ട്. ശരിയാണോ? ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ആവറേജ് 100 കോടി ഉറുപ്പ്യോ അതിൻ്റെ മുകളിലോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ആളുകളുടെ ഡെപ്പോസിറ്റുകൾ. ഇതും വാസ്തവല്ലേ? അത് നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് ജോലി കിട്ടി വന്നിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ആവാം, അത് NRIs ആവാം, കൃഷിക്കാരാവാം, റിട്ടയേർഡ് ഉദ്യോഗസ്ഥരാവാം, അങ്ങനെ പല ആളുകളുടെ. അപ്പോൾ ആവറേജ് ഓരോ പഞ്ചായത്തിലും ഒരു 800 കോടി രൂപയോളം ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ ഡെപ്പോസിറ്റ് ഇപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതിലെ സൊസൈറ്റികളിലെ ഡെപ്പോസിറ്റ് കുറേയൊക്കെ ഇവിടെ തന്നെ കറങ്ങി തിരിയണു. അതായത് കല്യാണങ്ങൾക്കും 28 അങ്ങനത്തെ, അതായത് ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഹൈലി പ്രൊഡക്റ്റീവ് അല്ലാതെ എന്നാലും ആളുകളുടെ ആവശ്യത്തിന്. 2, ഈ നാഷണലൈസ് ബാങ്കുകളിൽ കിട്ടുന്നത് കുറേയൊക്കെ ഇവിടെ ലെൻഡ് ചെയ്യണു, ബാക്കിയുള്ളത് എവിടേക്ക് പോകണു? ഡൽഹിക്ക്, ബോംബെക്കൊക്കെ, സിറ്റികളിലേക്ക് പോകണം. ബിക്കോസ് അവിടെയാണത് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ബിസിനസ്സുകളും എടുക്കാൻ കൊടുക്കാൻ പറ്റുന്ന വയബിളായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുള്ള ബിസിനസ്സുകളുള്ള, അതതിൻ്റെ ട്രൂത്ത്. അപ്പോൾ അത് അവിടേക്ക് പോകണം. അതിന് പകരം ഇത് ഇപ്പം നമ്മൾ എന്താണ് ഇതിൽ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ നാട്ടിൽ നിന്നുള്ള ഈ പൈസയിൽ 800 കോടി ഉറുപ്പ്യയിൽ 600 കോടി ഉറുപ്പ്യ ആളുകൾക്ക് വേണ്ട വരും. ഒരു 25% മാറ്റിയിട്ട് ഓരോ പഞ്ചായത്തും ഒരു 200 കോടി ഉറുപ്പ്യ മൊബിലൈസ് ചെയ്താൽ ഈ ടെക് പാർക്കുകൾ ഉണ്ടാക്കാനുള്ള സുഭിക്ഷമായിട്ടുള്ള ഫണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ നമുക്കൊക്കെ അറിയാം ഈ 200 മൊബിലൈസ് ചെയ്യണമെങ്കിൽ തന്നെ വരില്ല. ഈ 200 മൊബിലൈസ് ചെയ്യണമെങ്കിൽ മണി വിൽ സ്പീക്ക് മച്ച് ലൗഡർ ദാൻ എവറിത്തിങ്. ആളുകൾക്ക് അതിൽ എന്ത് റിട്ടേൺസ് ആണ് കിട്ടുക എന്ന് ആളുകൾക്ക് ഒരു ബോധ്യം വേണം. അവർക്ക് അതിൻ്റെ അകത്ത് ഒരു കൺവിക്ഷൻ വേണം, ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ ആ ക്ലാരിറ്റി കൊടുക്കാനായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അതിൽ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിന് മോഡൽ വളരെ സിമ്പിളാണ്. നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു നാഷണലൈസ് ബാങ്കുകളിൽ ഒരു 6 മുതൽ 7% വരെയൊക്കെ, അല്ല കുറച്ചും കൂടി ബാങ്കുകളിൽ ഒരു 6 മുതൽ 7-8% വരെയൊക്കെ, പിന്നെ സൊസൈറ്റികളിൽ ഒരു 8-9 വരെയൊക്കെ, 10 വരെയൊക്കെ, ചിലപ്പോൾ ചില സൊസൈറ്റികളിൽ, ചില NBFCകളിൽ 12 വരെയൊക്കെ, പിന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു 15 വരെയൊക്കെ റിട്ടേൺ ആണ് നാട്ടിലെ ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. റൈറ്റ്? അപ്പോൾ ഈ കേസിൽ വരുമ്പോൾ എങ്ങനെ റിട്ടേൺസ് കിട്ടുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ വ്യൂ, നമ്മൾക്ക് വരുന്ന കോസ്റ്റിൻ്റെ 12% വാടകയും നമ്മൾ കളക്ട് ചെയ്യും. മിനിമം 12% ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷനിലെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ 24% ഗ്രോത്താണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഓഫർ ചെയ്യാൻ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ, അതായത് എസ്റ്റിമേറ്റഡ് റിട്ടേൺസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിയാലിറ്റിയും ഗ്രൗണ്ടിന് പറഞ്ഞുതരാം, സൂചിപ്പിച്ചു തരാം. ആദ്യത്തെ കേസ് എടുക്കാം. അത് റിട്ടേൺസ് വരുന്ന വഴികൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാമ്പിൾ, ഒരു വീട് നമ്മുടെ നാട്ടിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടി വയ്ക്കുക. 10,000 രൂപ വാടക കിട്ടും, അല്ലെങ്കിൽ 12,000, അല്ലെങ്കിൽ 15,000, അല്ലെങ്കിൽ 20,000 രൂപ വരെ വാടക കിട്ടും. ഇതല്ലേ നമ്മുടെ നാട്ടിലൊരു സൈസ്. വേറെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. സ്മാർട്ട് സിറ്റി, സൈബർ സിറ്റി, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്, അല്ല കൊടകരയിലുള്ള ഇൻഫോ പാർക്ക് ആണെങ്കിൽ, എന്താ പറയുക, ട്രിവാൻഡ്രത്തുള്ള ഇൻഫോ പാർക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് എന്ന പേര് മാറുന്നത് എടുക്കേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒപ്പം ലുലുവിൻ്റെ ടെക് സ്പേസ് ഉണ്ട്, അതാണെങ്കിൽ. ഇനി അതല്ലെങ്കിൽ കോയമ്പത്തൂരൊക്കെ 250ഓളം പ്രൈവറ്റ് ടെക് പാർക്കുകൾ എവിടെ എടുത്ത് നോക്കിയാലും ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഒരു സ്പേസിന് റെൻ്റ് എത്രയാണ് ചോദിച്ചാൽ, ഒരു സ്ക്വയർ ഫീറ്റിന് 50 രൂപ മുതൽ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 50 ആണ്, 50 കിട്ടാനില്ല, 60 മുതൽ 70, 80, 100, 110, 150, ബാംഗ്ലൂരൊക്കെ 175 രൂപ വരെ റെൻ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലൊരു വീട് കെട്ടിയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ ബാങ്കിനെക്കാട്ടിലും കുറച്ചും കൂടി മെച്ചോടെ കൊണ്ടാണ് ഇയാൾ വീട് കെട്ടിയിരിക്കുന്നത്.
അയാൾക്ക് 10,000 രൂപ കിട്ടുന്നതിന് പകരം ഇവർക്ക് 60 രൂപയുള്ള സമയത്ത് 60 × 1000 60,000 രൂപ വാടക കിട്ടും. 175 രൂപയുള്ള സ്ഥലത്ത് അവിടെ ചിലപ്പോൾ വാടകയും ഇതേമാതിരി വീടിന് 25,000 30,000 വാടക വരുന്നുണ്ടാവും. ആ 30,000 രൂപ വാടക വരുന്നതാണ് 175 1,75,000 കിട്ടും ടെക് സ്പേസിൽ. ദാറ്റ് മീൻസ് മിനിമം 4-5 ഇരട്ടി ടെക് സ്പേസിന് വാടക ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. ക്ലിയർ ആയോ? അപ്പോൾ ഈ 12% എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെ കിട്ടാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കും. ആ രീതിയിൽ 12% നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. ക്ലിയർ ആയോ? അത് ഞാനിതൊരു എക്സൽ ഷീറ്റ് ഇതിലിടുന്നുണ്ട്. ഈ ഷീറ്റിലെ ഓരോ കോളങ്ങളും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് സൂം ചെയ്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പോരായ്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ അടുത്ത് എപ്പോൾ ബന്ധപ്പെട്ടാലും അത് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാനും ബിക്കോസ് ഇനി ഞങ്ങളുടെയും കാഴ്ചയിൽ പെടാത്ത വല്ല ഗ്രേ ഏരിയകളോ ബ്ലൈൻഡ് ഏരിയകളോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രോജക്റ്റ് വർക്കൗട്ട് ടീം ഉണ്ടായേക്കാം. ബിക്കോസ് നമ്മൾ സൂപ്പർ ഫിഷ്യലൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ, സാധാ മനുഷ്യരല്ലേ. എന്ത് പെട്ടാലും പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താനും കവർ ചെയ്യാനും. പക്ഷേ പ്രിൻസിപ്പലി ബേസിക്കലി ഇതിൻ്റെ അകത്ത് ₹1 കളവോ ചതിയോ ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് ഫെയറും ജെന്യൂനുമായിരിക്കും. കള്ളന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് സത്യം അങ്ങനെ നടക്കും, റൈറ്റ്. എന്നാലും നമ്മൾ എന്തുണ്ടെങ്കിൽ തിരുത്താൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഈ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. 1,00,000 രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 6 മഴയൊന്നുമല്ല 12% ആവറേജ് റിട്ടേൺസ് നമുക്ക് കൊടുക്കാമെന്ന് വയ്ക്കുക, കിട്ടുമല്ലോ നാട്ടിൽ. ഇപ്പോൾ ബാങ്കുകളിലോ അല്ലെങ്കിൽ SIP-യിലോ കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അയാളുടെ പൈസ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ 1,00,000 രൂപ ഇട്ട ഒരാൾക്ക് കറക്റ്റായിട്ട് 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 9,64,629 രൂപയാവുക. റൈറ്റ്, ഇത് നോക്കിയാൽ അറിയാം. 12% ആയിട്ടുള്ള പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉപയോഗിച്ച് കോമ്പൗണ്ടിങ് മെത്തേഡിൽ പോകണമെങ്കിൽ അപ്പോൾ 1,00,000 രൂപ ഇട്ടിട്ടുള്ള ആളുടെ വെൽത്ത് 20 വർഷം കഴിയുമ്പോൾ 9,64,629 രൂപയാവാൻ സാധ്യതയുണ്ട് 12% റിട്ടേൺസ് ആണെങ്കിൽ. വേറെ നമ്മുടെ ഈ കേസിൽ എന്താ പറഞ്ഞത്, 1,00,000 രൂപ ഇട്ടു. ആദ്യത്തെ കൊല്ലം നമുക്കറിയാം ലുലുവോ അല്ലെങ്കിൽ ഏത് കാര്യം നിങ്ങൾ എടുത്തോളാം, അതുപോലത്തെ വലിയൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ വരുന്നുണ്ടെന്ന് ഉറപ്പായി സ്ഥലം അക്യൂർ ചെയ്യാതെ തന്നെ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾക്കൊക്കെ 20, 30, 40 മുതൽ 50 മുതൽ 100% വരെ അപ്രീസിയേഷൻ വരുന്നുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അത് വേണ്ട, 12% അപ്രീസിയേഷനെ കണക്കാക്കുള്ളൂ ആദ്യത്തെ വർഷമൊക്കെ. വാടക എപ്പോഴാണ് കിട്ടുള്ളൂ? 4-5 വർഷമല്ല ഇത് കെട്ടിക്കഴിയുമ്പോൾ. എന്നിട്ട് കമ്പനികളെ MNCL കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തല്ലേ വാടക കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം 12% വാടക കണക്കാക്കില്ല. ആദ്യം നോക്കിയാൽ നിങ്ങൾക്കറിയാം 5 കൊല്ലം 0 ആണ് റെൻറ്റ് ഇൻകം ഇട്ടിരിക്കുന്നത്. അടുത്ത ആ അപ്രീസിയേഷൻ എന്നുള്ളതോടെ 12% കിട്ടും. അങ്ങനെ കണക്കാക്കിയിട്ട് പോലും 1,00,000 രൂപ ഇടുന്ന ഒരാൾക്ക് ഈ 20 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യുമുലേറ്റീവ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 44,40,331 രൂപയാവും. അതായത് ഒരാൾ ഇവിടെ ഇപ്പോൾ 7-6% ഇൻട്രസ്റ്റിന് ഇട്ടിട്ട് അല്ലെങ്കിൽ അത് 12% കൊണ്ട് ഹയ്യർ എൻഡ് കണക്കാക്കിയാൽ അവർക്ക് 1,00,000 രൂപ ഇടുമ്പോൾ 20 വർഷം കൊണ്ട് 9,64,629 രൂപയാവുന്നതിന് പകരം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 44,40,40,000 ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ദുബൈയിലൊക്കെ ഷെയ്ക്ക് അല്ലെങ്കിൽ ഈ ലാൻഡ് അവിടെയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഒക്കെ അവിടെയുള്ള ലാൻഡ് ഓണേഴ്സൊക്കെ റിച്ച് ആവുന്നതിൻ്റെ റീസൺ ബിക്കോസ് അവിടെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. നമ്മുടെ ഇവിടെ പ്രശ്നം എന്താണ്, നമ്മുടെ ഇവിടെ ഡെവലപ്മെൻറ്റ് നടക്കാത്തതുകൊണ്ട് ഈ അപ്രീസിയേഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് ബാങ്കിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം വാങ്ങിച്ചു തരാനേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രോത്ത് കുറയുന്നത്. ക്ലിയർ ആണത്? ഇറ്റ്സ് പ്യുവർലി ഫിനാൻഷ്യൽ സയൻസ്, അല്ലാണ്ട് റോക്കറ്റ് സയൻസോ ഞങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു മാജിക്കൊന്നുമല്ല. ഈ ഡിസിപ്ലിനിൽ പോയാൽ ഇത് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതിനേക്കാട്ടിലും ഡിസിപ്ലിനിൽ പോകാൻ കഴിവുള്ളവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയും ഈസി ആയിട്ട്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്, അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് 4 ഇരട്ടിയിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യത. ഇനി ഈവൻ 50% നമ്മുടെ ഫെയിൽ ആയാൽ പോലും എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ 50% അപ്പോഴും മെച്ചമായിരിക്കില്ലേ? അതാണ്. അപ്പോൾ സമയമെടുത്താലും ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ സിലിക്കൺ വാലിയും ദുബൈയും സിംഗപ്പൂരൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ധീരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് ആളുകൾ ഇറങ്ങുമ്പോഴാണ്, അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ക്ലാരിറ്റി കൊടുത്ത് ചെയ്യാനുള്ള ലീഡർഷിപ്പ് വരുമ്പോഴാണ്, അതിനെന്ത് അപകടങ്ങൾ വരുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാറാൻ തയ്യാറാവുന്ന മനസ്സിലുള്ള ആളുകൾ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ വളരെ നന്നാവില്ല എന്നാണ് അഭിപ്രായം. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ തിങ്ക് ചെയ്താൽ നമ്മുടെ എൽഡേഴ്സിന് ഇപ്പോൾ ഈ പൈസകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വളരെ നോർമലിൻ്റെ അപ്പുറത്തുള്ള 4 ഇരട്ടി വെൽത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ. നമ്മുടെ രാജ്യത്തിനോ വലിയ ടെക് ഹബ്ബുകളുടെ ടെക് പാർക്കുകളുടെ അസറ്റ് ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ നാടിന് സിലിക്കൺ വാലി പോലെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ആളുകൾ ബഹുമാനിക്കുന്ന പോലെ ടെക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പേറ്റൻറ്റുകൾ
മാസം 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 ലക്ഷക്കണക്കിന് പേറ്റന്റുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അടുത്ത തലമുറ നമ്മൾ എവിടേക്ക് എത്തും, നമ്മുടെ വാല്യുവേഷൻ എവിടേക്ക് എത്തും, നമ്മളെന്ന് പറഞ്ഞാൽ എന്തും കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ നിങ്ങളടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓരോ സിഗ്നലിൻ്റെ ചുറ്റുപാടും, ഓരോ ഗ്രാമത്തിൽ, ഓരോ മരത്തിൻ്റെ ചുറ്റുപാടും എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മുടെ വീട്ടിലും പഞ്ചായത്തിലുള്ള ആൾക്കാർക്കും പോലീസുകാർക്ക് പോലും ചിലപ്പോൾ അറിഞ്ഞിരിക്കൊന്നുമില്ല. പക്ഷേ ഗൂഗിളിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും ഒക്കെ അറിയും നമ്മുടെ ഇവിടെ ഓരോ മരത്തിൻ്റെ ചുവട്ടിലും, ഓരോ കാട്ടിലും, ഓരോ വീട്ടിലും, ഓരോ റൂമിലും എത്ര ആളുകളുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ പവർ ഓഫ് ടെക്നോളജി. ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികൾക്കും, എന്നിട്ടോ ഈ കമ്പനികളുടെ ഒക്കെ മുകളിൽ നോക്കിയാലോ ഒക്കെ ഇന്ത്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മലയാളീസ് ആയിരിക്കും. അപ്പോൾ ഈ കഴിവ് മുഴുവനുള്ള ആളുകളെ ഇവിടെ നിർത്തി നമ്മുടെ സ്ഥലത്തിന് വെൽത്ത് ഉണ്ടാക്കി ഒരു കാലത്ത് നമ്മുടെ വിസയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന പുറത്തുള്ള ആളുകൾ ഉണ്ടാവേണ്ടത് ഇന്നലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സമയം എടുക്കുന്ന പണിയാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ അതിന് തയ്യാറാണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. എല്ലാ ടെക്നോളജിയും നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടെക് ഹബ്ബുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇത് കൊണ്ടുവരുന്നത് എന്ത് സംവിധാനത്തിലാണ് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ, കൃഷിക്കാർക്ക് പണ്ട് ഇങ്ങനെ സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ ആളുകൾ, കുറേ ആൾക്കാർക്ക് ശമ്പളം കിട്ടി നാട്ടിൽ പൈസ വരുമ്പോൾ അത് കൃഷിക്കാർക്ക് വിത്തിറക്കാൻ കൊടുക്കാനും അഡ്വാൻസ് ചെയ്യാനും അത് ചെറിയൊരു പലിശ സഹിതം കൃഷിക്കാർ തിരിച്ചടയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ സൊസൈറ്റികൾ ഉണ്ടായത്, അല്ലേ? സൊസൈറ്റികളൊക്കെ ഒരുവേ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് അതിൻ്റെ റിട്ടേൺസ് സൊസൈറ്റികളുടെ മെമ്പേഴ്സിനൊക്കെ വരുന്നത് കൊണ്ടാണ് നന്നായിട്ട് പോകുന്നത്. യെസ്, ഒന്നോ രണ്ടോ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ കളവും ചതി, അത് കളവുള്ളവിടെ എന്നും കള്ളനാണ്. കളവും ചതിയും ഉള്ളൊരുത്തന് ഉണ്ടാവാൻ പാടില്ല. അതൊന്നും ഈ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരാനേ പാടില്ല. കണ്ടാൽ വിത്തിൻ മൊമെൻറ്റ്സ് അതിന് ശക്തമായിട്ടുള്ള നടപടിയെടുത്ത് പുറത്ത് മാറ്റി നിർത്താനുള്ള കപ്പാസിറ്റി നമ്മൾക്ക് ടീമിലുള്ള ഓരോ ആളുകൾക്കും ഉണ്ടായാൽ ഈ സാധനം നടന്നിരിക്കും. അപ്പോൾ അതിന് ഈ സൊസൈറ്റികൾ പോലെ ഇത്തരത്തിലുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ടെക് ഹബ്ബുകളും ടെക് പാർക്കുകളും ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് REIT. REIT എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എല്ലാം ഇപ്പോൾ സ്ക്രീനിൽ തരാം. ആ റിയൽ എസ്റ്റേറ്റ് അതിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലുള്ള അവർക്ക് അവരുടെ ഷെയർ, ആ സ്റ്റേക്ക്, ഈ 12% എന്താ പറയുക അപ്രീസിയേഷൻ വരുമ്പോൾ അത് വിൽക്കാം ആവശ്യമാണെങ്കിൽ. ഏത് സമയത്തും വിൽക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഷെയർ വിൽക്കുന്ന പോലെ ഷെയർ മാർക്കറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ്. അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇതൊന്നും വരില്ല. ഒപ്പം അതിൻ്റെ ഈ മറ്റേ റിട്ടേൺസോ വർഷം ഡിവിഡൻ്റായിട്ട് എടുക്കാനും പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ പണ്ട് സൊസൈറ്റികൾ നാട്ടിലുണ്ടായ പോലെ അന്ന് കൃഷി എത്ര മുകളിൽ കൊണ്ടുവരുന്നുള്ള അന്നത്തെ ആവശ്യമായതുകൊണ്ട് ഇന്ന് ടെക് ഹബ്ബുകളും ടെക് പാർക്കുകളും നമ്മുടെ നാട്ടിൽ വേണമെന്നും അടുത്ത തലമുറ നമ്മുടെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് ലോകത്തിൽ തന്നെ ശ്രദ്ധ ആർജിക്കുന്ന ലെവലിൽ എത്തണമെന്ന് നമ്മുടെ അത്യാവശ്യമായതുകൊണ്ടും നമ്മൾക്ക് റിട്ടുകൾ ഫോം ചെയ്തിട്ട് അതിവിടെ ചെയ്തുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് എന്താ കിട്ടുകയെന്ന്? ഇന്ന് കിട്ടുന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മിനിമം 4 ഇരട്ടി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫ്രണ്ട്സ്, ഉണ്ട്. മലയാളികളെ ഇതിൻ്റെ അകത്ത് പഠിക്കണം. പഠിച്ച് വ്യക്തമായിട്ട് ഈ എക്സൽ ഷീറ്റ് നിങ്ങൾ പഠിച്ച് ഇതിൻ്റെ അകത്ത് തെറ്റുകളുണ്ടെങ്കിൽ പറയണം, തിരുത്താൻ തയ്യാറാണ്. അൾട്ടിമേറ്റ്ലി ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മൾക്ക് ലോകത്തിന് സർവ് ചെയ്യണം. ആ സർവ് ചെയ്യുന്നത് വഴി അതിൻ്റേതായ വാല്യൂ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ നാട്ടിന് കിട്ടണം. വെരി സിമ്പിൾ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആർക്കും അവർക്ക് കിട്ടണം. അതിപ്പോൾ കിട്ടുന്നില്ലേ? സിലിക്കൺ വാലിക്ക് US കിട്ടുന്നില്ലേ? ഇസ്രായേലിന് കിട്ടുന്നില്ലേ? ദുബൈയിൽ കിട്ടുന്നില്ലേ? മറ്റേ സിംഗപ്പൂർ കിട്ടുന്നില്ലേ? പണിയെടുത്തവർക്ക് കിട്ടും റിസൾട്ട്, അവർ ബഹുമാനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പണിയെടുക്കണം എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ആദ്യം ക്രിറ്റിസൈസ് ചെയ്യാനൊന്നുമല്ല. ഇത് സർക്കാരും നമ്മളെല്ലാവരും കൂടി ഒരു പോളിസി ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടന്നിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ക്ലിയർ സ്ട്രക്ചർ, ക്ലാരിറ്റി ഉണ്ട്. ഇത് പ്രസംഗിക്കാനോ പറയാനോ ഉള്ള സാധനമല്ല, ഇത് എഴുതി വെച്ചിട്ടുള്ള നടപ്പിലാക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഞങ്ങളുടെ ടീം എടുക്കാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. യെസ്, അണ്ണാരക്കല്ലിൽ തന്നാലായ പോലെ മുന്നോട്ട് പോവും തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു. ഇനി ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത പാർട്ടാണ് എംപ്ലോയീസ്, ആളുകളല്ലേ. നമ്മളൊക്കെ നമ്മുടെ ടൈമും നമ്മുടെ ലൈഫും ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് എന്ത് മെച്ചം നമുക്ക് കിട്ടും? ബിക്കോസ് മണി സ്പീക്ക് മച്ച് ലൗഡർ ദാൻ എവറിത്തിങ്. അവസാനം എവറിത്തിങ് കൗണ്ട്സ് ഓൺ മണി ലാസ്റ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ പുറത്തെവിടെയൊക്കെ പോയി ചെറുതായിട്ട് സമ്പാദിച്ചു വരുന്നതിന് പകരം ഇവർ പറയണത് ഇവിടെ പണിയെടുത്താൽ നമ്മുടെ രാജ്യം വളരെ വെൽത്തി ആവും, നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും, നമ്മൾ പാട്രിയോട്ടിക് ആയിട്ട് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ടെക്നോളജിക്കൽ ഹബ്ബൊക്കെ ആവുന്നു. ഒക്കെ പോട്ടെ, വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ പറയാനും ഈ ഒരു എക്സൽ ഷീറ്റ് കൂടെ നിങ്ങൾ കാണിച്ചു തരാനും പോകുന്നത്. എക്സൽ ഷീറ്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, നിങ്ങളുടെ എക്സൽ ഷീറ്റ് നോക്കിക്കോളൂ. ഈ കേസിൽ നമ്മൾക്കിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ BTech കഴിഞ്ഞു, അല്ലെങ്കിൽ BCA കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു, BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. ഇവിടുന്ന്
പുറത്തേക്ക് ജോബിന് പോയി, ഒരു 50,000 രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് വയ്ക്കുക. അങ്ങനത്തെ ഒരു കേസാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? 50,000 അല്ലെങ്കിൽ ചിലപ്പോൾ 1,00,000 എങ്ങനെ വേണം നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു പാറ്റേൺ. 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടായിരുന്നു മറ്റേ ഇതിന് മുമ്പത്തെ പാർട്ടിൽ ഒരു 20,000 രൂപ അയാൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം. ബിക്കോസ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ 50,000 രൂപ കിട്ടി 20,000 രൂപ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് വ്യൂ. ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഇതിലൊന്നും ഈ ചെറിയ വേരിയേഷൻസിൽ അങ്ങോട്ടും തർക്കിക്കലൊന്നും അല്ല നമ്മുടെ വിഷയം. ലുക്ക് ഓൺ എ ലാർജർ വ്യൂ, ലുക്ക് ഓൺ എ ലാർജർ ക്യാൻവാസിൽ, വലിയ ക്യാൻവാസിൽ സാധനങ്ങളെ നോക്കിക്കാണാൻ കഴിഞ്ഞാലേ നമുക്ക് ഇത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ 20,000 രൂപ മാസം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്ക് ഒരു വർഷത്തിൽ 2,40,000 രൂപ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെ നാട്ടിൽ ഇവിടെ ഒരു വീടോ വലിയൊരു ഡെവലപ്മെന്റ് ഒന്നും ഇവിടെ IT ഡെവലപ്മെന്റോ ബാക്കിയുള്ളതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വെക്കുക, ഡിജിറ്റൽ ഡെവലപ്മെന്റ് ഒന്നും നടക്കില്ല എന്ന് വെക്കുക. ഗ്രാമങ്ങളിലാണ് അവിടെ ഒരു 12% ആവറേജ് ഗ്രോത്ത് കിട്ടുള്ളൂ. അത് സ്ഥലം വാങ്ങിയാലും ശരി, വീട് കിട്ടിയാലും ശരി, ഈവൻ അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും ശരി, 5-6%, 7% ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടുക. ഓൺ ദ ഹയർ സൈഡ് തന്നെ എടുക്കുക. അവർ നന്നായിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയും. കുറച്ച് ബാങ്കിലിട്ടോ കുറച്ച് SIP അതായത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ കിട്ടുമെന്ന് വയ്ക്കുക. 12% ആവറേജ് വയ്ക്കുക. ഇതിന് മുകളിൽ കിട്ടില്ല. കൊല്ലം ഒരു 5% ഹൈക്കും ഇത് സാലറി ഹൈക്കും വയ്ക്കുക. ചില ആൾക്കാർക്ക് 20 കിട്ടും, ചില ആൾക്കാർ 30, ചില ആൾക്കാർ 50 കിട്ടും, ഡിപ്പെൻഡ് അപ്പോൾ കഴിവ്. എന്നിട്ട് സാധാരണഗതിയിലുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കും. 5% ഹൈക്ക് കിട്ടുന്നു. അങ്ങനെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 50,000 രൂപ സാലറി ഉള്ളവർക്ക് എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ 20,000 രൂപ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. 2,40,000 രൂപ നാട്ടിലെത്തി. അതിന് ഇൻട്രസ്റ്റ് 12% കിട്ടി. ദാറ്റ് മീൻസ് 28,800 രൂപ ഇൻട്രസ്റ്റ്. അങ്ങനെ 2,68,000 രൂപ അയാൾക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടി. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ അയാളുടെ സാലറി എന്ന് പറയുന്നത് 52,500 രൂപയെ 21,000 രൂപ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് അത് പെർസെൻറ്റേജിലാണ് ഇട്ടിരിക്കുന്നത്, വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആ 40% നാട്ടിൽ കൊണ്ടുവരുമ്പോൾ 5,20,000 രൂപ ടോട്ടലായി കഴിഞ്ഞ ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് പഴയ 2,68,000 രൂപ പ്ലസ് ഈ 21,000 × 12 കൂടി കൂട്ടുമ്പോൾ 5,28,000 ആയി. അതിൽ 12%, അങ്ങനെ 62,000 രൂപ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ 62,496 രൂപ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ 5,83,296 രൂപ ടോട്ടൽ വന്നു. അങ്ങനെ ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ 3-ാമത്തെ വർഷം, 4-ാമത്തെ വർഷം, 5-ാമത്തെ വർഷം, 6-ാമത്തെ വർഷം നിങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ അറിയാം. 7-ാമത്തെ വർഷം, 8-ാമത്തെ വർഷം, 9-ാമത്തെ വർഷം ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് സൂം ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ തന്നെ ഇതുപോലത്തെ എക്സൽ ഫോർമാലിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. 9-ാമത്തെ വർഷം, അങ്ങനെ 12-ാമത്തെ വർഷം ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 20 വർഷമാണ് ഞാൻ ആവറേജ്. ഹൗസിംഗ് ലോൺ അടക്കം നമുക്കിവിടെ 30 വർഷം വർക്ക് ചെയ്യണം. 20 വർഷമുണ്ട്. 20 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ഒരു 1,26,348 രൂപ വരെ സാലറി, ഒരു ആവറേജ് ആണ്. ചില ആൾക്കാർക്ക് കൂടി 10 ലക്ഷം ആവാം, ചില ആൾക്കാർക്ക് അല്പം കുറയാൻ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് നിൽക്കുക. ആവറേജ് ഒരു 1,26,000 രൂപ സാലറിക്ക് എത്താം. അയാൾക്ക് ഗ്രോസ് അയാളുടെ ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള അസറ്റ്, ആ അപ്രീസിയേഷൻ, ക്യാപിറ്റൽ, വീട് കിട്ടിയാലും അല്ലെങ്കിൽ നാട്ടിൽ സ്ഥലം വാങ്ങിയാലും ബാങ്കിലിട്ടാലും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്ത ആൾക്കാർക്ക്, ചിലർക്ക് വട്ടപൂജയായിരിക്കും, കാറും എക്സ്പെൻസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാതെ EMI അടച്ച് എക്സ്പെൻസിക്കും ലൈഫ് സ്റ്റൈലിൽ പോയ ആൾക്കാർക്ക് വട്ടപൂജയായിരിക്കും. അല്ലാതെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 2,68,53,102 രൂപന്റെ സുമാർ അസറ്റ് വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ എക്സൽ ഷീറ്റ് പറയുന്നത്. ശരിയല്ലേ? കണ്ടോ, ഇതാ 20-ാമത്തെ വർഷം 1,26,300 രൂപ ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്. 50,000 രൂപയുടെ സേവിങ്സ് ഇരിക്കും. 50,539 രൂപ സേവിങ്സ് വരാൻ സാധ്യതയുണ്ട്. പഴയ ക്യുമുലേറ്റീവ് വെൽത്ത് എത്ര വരും? അതിൽ 12% വരുമ്പോൾ 28,77,000 രൂപ ഇൻട്രസ്റ്റ് വരും. അങ്ങനെ ഇൻട്രസ്റ്റോ ഗ്രോത്തോ ഏതെങ്കിലും ഒന്ന്, ഐദർ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത്. ഇത് എന്നിട്ട് അല്ലെങ്കിൽ ആ ഗ്രോത്ത് ആണെങ്കിൽ അതിൽ 2,68,53,102 രൂപന്റെ വെൽത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റൈറ്റ്? ക്ലിയർ ആയോ? വേറസ് അതേ ആള് ഇവിടെ വർക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ കമ്പനികൾ നേരത്തെ പറഞ്ഞ പോലെ, ഈ സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ ഇവിടെ IT പാർക്കുകളും ബാക്കിയുള്ളതൊക്കെ വന്ന്, അല്ലെങ്കിൽ ഇവിടെ ടെക് പാർക്കുകൾ വന്ന്, മെഡിക്കൽ ടെക് ആണെങ്കിലും വെഹിക്കിൾ ടെക് ആണെങ്കിലും ഇലക്ട്രിക്കൽ ടെക്നോളജി ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ ടെക് പാർക്കുകൾ വന്ന് ആ പാർട്ട് ചെയ്താൽ അതിൻ്റെ അകത്ത് ഇതേ ഇൻവെസ്റ്റ്മെന്റ് 45,000 രൂപ ആൾക്ക് ശമ്പളം മതി. ബിക്കോസ് അവിടെ 50,000 രൂപ ശമ്പളമാണ്, ഇവിടെ 45,000 രൂപ ശമ്പളം മതി. ബിക്കോസ് നാട്ടിൽ നമുക്ക് ജീവിക്കാൻ സുഖമായിട്ട്, നമുക്ക് നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുക, കമ്പനിക്കാർക്ക് മെച്ചം കിട്ടും, നമ്മൾ അല്പം കമ്മി കൊടുത്താൽ അതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യൂ. ബിക്കോസ് എന്താ എൻ്റെ വ്യൂവിന്റെ കാരണം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഹൂ മേക്സ്, ആരാണ് ഇപ്പൊ ജിയോ എന്താണ് ഇവിടെ കാണിച്ചു. ഒരു നല്ല താരിഫ് ഉണ്ടാവും, അതിന് ഡൗൺ ചെയ്തു, ആൾക്കാരെ കൂടി ജിയോ കയറി. ശരിയല്ലേ? എന്താണ് ചൈന കാണിച്ചു കൂട്ടിയത്? ചൈന വെൽത്തി ആവാനുള്ള റീസൺ അവിടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സാധനം കൊടുത്തു. ഇന്ത്യ എന്താണ് IT ചെയ്തത്? US കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അല്ല, കോസ്റ്റ് ഉള്ള സാധനം ഉണ്ടാകുമ്പോൾ അതിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ അപ്പോഴല്ലേ അക്രേറ്റ് ചെയ്യപ്പെടുള്ളൂ. അതേപോലെ കേരളത്തിന് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കുട്ടികളെ എല്ലാവരും കൂടെ പഠിപ്പിക്കുക, മെഡിക്കൽ ഹെൽപ്പ് എല്ലാ സാധനവും നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടും ബാംഗ്ലൂർ 50,000 രൂപ കിട്ടുന്നതിനെക്കാട്ടും നമുക്ക് എന്തുകൊണ്ട് മെച്ചം നാട്ടിൽ 45,000 രൂപ കിട്ടില്ല. എനിക്ക് അതുകൊണ്ടാണ് 45,000 കിട്ടുന്നത്. അവിടത്ത് 50,000 കിട്ടിയിട്ട് ഇവിടെ 20,000 രൂപ സേവ് ചെയ്യാൻ വരുന്നതിന് പകരം നാട്ടിൽ 27,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ കിട്ടുന്ന കാര്യം സത്യമാണ്, അതേപോലെ വ്യക്തമാണ്. ഇയർലി എത്രയായി? മറ്റേല് നമുക്കിത് നോക്കിയാൽ അറിയാം, 2,68,000 രൂപ അല്ല 2,40,000 രൂപ വരുന്നതിന് പകരം
ഇവിടെ ഇയർലി 3,24,000 രൂപ ഒന്നും നമ്മൾക്ക് കയ്യിൽ ആദ്യത്തെ വർഷം 12% ഇൻട്രസ്റ്റ് അത്രേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ആദ്യം ഇല്ലല്ലോ. ആദ്യം നമുക്ക് ജോലി കിട്ടി ആ പൈസ നമ്മളവിടെ വെച്ചു, റൈറ്റ്? അല്ലെങ്കിൽ നമുക്ക് വല്ല EMI ഉണ്ടാവും, അല്ലെ വല്ല വീടിന്റെ വല്ലതും, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് വണ്ടി വാങ്ങിക്കുക അങ്ങനത്തെ അതൊക്കെ മറ്റേ പൈസയിൽ പെടും. അതായത് നേരത്തെ 45,000 രൂപയിൽ 27,000 രൂപ എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് തന്നെ പോകണം. മറ്റേ ബിക്കോസ് നല്ല രീതിയിൽ കിട്ടുന്ന പൈസന്റെ 50% ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ടില്ലെങ്കിൽ, അത് കേരളത്തിലാകുമ്പോൾ പോകാൻ പറ്റും, പോയിട്ടില്ല എങ്കിൽ നമ്മൾ വെൽത്തി അല്ലാവുക ഡെറ്റിന്റെ ഉടമയായി മാറും, കടക്കാരനായി മാറും അവസാനമാകുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് 50% മുകളിൽ ഇതിലേക്ക് പോകുമ്പോൾ കൃത്യമായിക്കൊണ്ട് നമുക്ക് 12% മാറ്റി വയ്ക്കാൻ ഇൻട്രസ്റ്റ് കിട്ടാൻ കഴിയും, അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടാൻ കഴിയും. ആദ്യത്തെ 5 വർഷം 0 ആണ് അപ്രീസിയേഷൻ ഇട്ടിരിക്കുന്നത്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ സെൽഫായിട്ട് അയാൾ ബിൽഡ് ചെയ്യണം, വീടോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം. അതുകൊണ്ടാണ് 12% മാത്രം റിട്ടേൺ അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ കാരണം. കൂടുതൽ കിട്ടും വീടൊക്കെ കിട്ടുമ്പോൾ. ബിക്കോസ് ഇപ്പോൾ ചെന്നൈയിൽ ബാംഗ്ലൂരൊക്കെ നമുക്ക് എടുത്തറിയാം, അവിടെ വീട് കിട്ടിയ ആൾക്കാർക്കും അവിടെ പുറത്ത് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉയരുന്നത് കൊണ്ട് അവിടെ അപ്രീസിയേഷൻ അപ്പം തന്നെ നേരിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ലോവർ വേയിൽ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്ത് 0 ഇട്ടിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അങ്ങനെ അവർക്ക് ആദ്യത്തെ മാസം കഴിയുമ്പോൾ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇൻസ്റ്റെഡ് ഓഫ് മറ്റേൽ 2,68,000 രൂപ ഉള്ളതിന് ഇവിടെ 3,62,000 രൂപയായി. സെക്കൻഡ് ഇയർ വരുമ്പോൾ ഇയാളുടെ ശമ്പളം എന്ന് പറയുന്നത് 47,250 5% മറ്റേ അതേപോലെ ക്യുമുലേറ്റ് കിട്ടും. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി വീണ്ടും 28,350 രൂപയായി. അങ്ങനെ ഇയർലി 7,00,000 ചില്ലറ രൂപയായി. 12% റിട്ടേൺസ് 0 ആണ് അപ്രീസിയേഷൻ. അങ്ങനെ ഇയാൾക്ക് 7,00,000 ചില്ലറയായി. 5ാമത്തെ വർഷം തൊട്ട് ഇവിടെ ചേഞ്ച് ആവുകയാണ്. 5ാമത്തെ വർഷം തൊട്ട് നമുക്കറിയാം നമ്മുടെ ആളുകൾക്ക് ബാങ്കിൽ ഇടുന്നതിന് പകരം എവിടെ ചെയ്യാം, ഈ റിട്ടിൽ ചെയ്യാം. നമ്മൾ ഫോം ചെയ്ത് ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ റിട്ടിൽ ചെയ്യാം. അതായത് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ബെനിഫിറ്റ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് റിട്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ആ അപ്രീസിയേഷനും 12% കിട്ടും, റിട്ടേണും 12% കിട്ടും. ക്ലിയർ ആയ? അപ്പൊ 5ാമത്തെ വർഷം മുതൽ ഇയാൾക്ക് ഇതാ ഇവിടെ കാണുന്നു റിട്ടേൺസ്. 6ാമത്തെ വർഷം മുതൽ റിട്ടേൺസും 12%, അപ്രീസിയേഷനും 12%, അങ്ങനെ 24% ഗ്രോ ചെയ്യാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് നോക്കിയാലും മനസ്സിലാവും. അല്ല ഈ എക്സൽ ഷീറ്റിനെ സ്ക്രീൻഷോട്ട് ചെയ്ത് വളരെ എന്താ പറയാ വലുതാക്കി നോക്കി സൂം ചെയ്ത് ഓരോ ലൈനും പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരാൾ അല്ലെങ്കിൽ പുറത്തെവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാള് കൃത്യമായി കൊണ്ട് അയാളുടെ 12 വർഷം കഴിയുമ്പോൾ, അതായത് അയാളുടെ ഇയർലി റിട്ടേൺസ് അപ്രീസിയേഷനും കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2,68,53,102 രൂപ അയാൾക്ക് വെൽത്ത് വരാൻ സാധ്യതയുള്ള ആൾക്ക്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് വെൽത്ത് വരാൻ സാധ്യതയുള്ള കേസിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 12,58,72,103 രൂപയായിട്ട് അത് മാറും. ക്ലിയർ? എത്ര ഇരട്ടിയാണ്? 5 or 6 ഇരട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എംപ്ലോയി ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇവിടത്തെ നമ്മുടെ നാട്ടില് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി ബിൽഡ് ചെയ്ത് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ നമ്മൾ കിട്ടുന്ന ബെനിഫിറ്റ് 2 കോടി കിട്ടുന്നതിന് പകരം 12 കോടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ബാംഗ്ലൂരിലുള്ള ആളുകൾക്ക് വെൽത്ത് കൂടുന്നത്. അവിടെ തന്നെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവിടെ വെൽത്ത് ഉണ്ടാക്കുന്ന ആളുകൾക്ക്, റൈറ്റ്? ഇവിടുന്ന് പോയി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വെൽത്ത് കുറയുന്നത് വാടക കൊടുത്തിട്ട് മുടിയും, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും. അതേപോലെ ദുബായിലുള്ള ആളുകൾക്ക്, അവിടെയുള്ള ലാൻഡ് ഓണേഴ്സിന്, അവിടെയുള്ള വർക്കേഴ്സിന്, അവിടെയുള്ള ആളുകൾക്ക് വെൽത്ത് കിട്ടുന്നത്. റൈറ്റ്? ക്ലിയർ ആയോ? അപ്പോ നമ്മുടെ നാട് അതുപോലെ ഇൻഫ്രാടെക് ഹബ്ബുകളും ടെക് പാർക്കുകളും ആക്കിയിട്ട് നേരത്തെ ഈ ചാപ്റ്ററിൽ പറയുന്ന പോലെ ചെയ്താൽ നമ്മൾക്ക് 5 ഇരട്ടിയോളം ഇന്ന് ഇവിടെയുള്ള എംപ്ലോയ്മെന്റിലുള്ള ആളുകൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്, ഹോപ്പ് യു ഗോട്ട് ദ മാറ്റർ. ഇനി അടുത്തത് കമ്പനികൾ ഇവിടെ വരാൻ എന്താണ് കാരണം? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ? ഞാനിപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ ഓരോ മലയാളിയും മനസ്സിലാക്കേണ്ട സാമ്പത്തിക സാധ്യതകളുടെ കുത്തൊഴുക്ക് എന്നുള്ള വിഷയത്തിൽ ചാപ്റ്റർ 1 ആദ്യം ഇതിൽ തന്നെ ഉണ്ട്. സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്, നാട്ടിലുണ്ടാവുന്ന ബെനിഫിറ്റ് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു സിലിക്കൺ വാലി പോലുള്ള വലിയ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. 2, ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ്. 3, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്ത് ലോകം മുഴുവൻ വർക്ക് ചെയ്യുന്നതിന് വരും ഇവിടെ നിന്ന് വർക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ്. അത് പറഞ്ഞാൽ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവർ കുടുംബത്തോടെ അവരുടെ കുടുംബത്തിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്കും നാട്ടിൽ അച്ഛൻ്റെയും അമ്മൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം വർക്ക് ചെയ്യാനുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും കൂടി അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക് കൂടി സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും കിട്ടുമെന്നുള്ള ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോണ പോയിന്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻസ് ആണ്. കമ്പനികൾ എന്തിനൂടെ വരണം? അപ്പോൾ വളരെ സിമ്പിളാണ്. കമ്പനികൾ വരേണ്ടത് 3 കാര്യത്തിനാണ് ഡയറക്റ്റായിട്ട് പറയുന്നത്. 1, അവർക്ക് അവരുടെ HR റെന്റിന്റെ ബെനിഫിറ്റ് 10% കുറഞ്ഞു കിട്ടും. റൈറ്റ്? ക്ലിയർ?
സാധാരണഗതിയിൽ എല്ലാം റെന്റ് കറക്റ്റായിട്ട് ചെയ്യണം. 2, അവർക്ക് HR ഇവിടെ 10% കോസ്റ്റ് എഫക്റ്റ് താഴെ കിട്ടും. പിന്നെ HR-ലോ ഔട്ട് സ്റ്റേഷനിലൊന്നും പോയി താമസിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി പീസ് ഓഫ് മൈൻഡ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും 10%. ക്ലിയർ ആയോ? 3, 25 ലക്ഷത്തോളം ടെക്കീസ് ഉള്ള സ്ഥലത്താണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈസി അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അക്കോർഡിംഗ് ടു ദയർ നീഡ്സ് കിട്ടാൻ സാധ്യതയുണ്ടാവും. റൈറ്റ്? ഈ 3 മാജിക് ബെനിഫിറ്റ് കിട്ടും. റൈറ്റ്? ഇനി ഒരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർ മാജിക് റിസൾട്ട് ഒരു സാധനം നമ്മൾ കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട്, നമ്മുടെ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, അത് ഞാൻ ആദ്യത്തേന് പറഞ്ഞു, സോഷ്യൽ ബെനിഫിറ്റ് എന്താണെന്ന് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ സോഷ്യൽ ബെനിഫിറ്റിൽ കൂടെ എറൗണ്ട് ഒരു ടെക്കിയുടെ വർക്ക് ചെയ്യുമ്പോൾ 1,20,00,000 രൂപയോളം GDP ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ നിന്ന് 12 ലക്ഷത്തോളം രൂപ ടാക്സ് ഇനത്തിൽ സർക്കാരിന് വരാൻ സാധ്യതയുള്ളതുകൊണ്ടും ആ ടാക്സ് ഇനത്തിൽ വന്നു എന്ന് ഉറപ്പ് വന്നതിന് ശേഷവും അതിൽ നിന്നൊരു 10% ഏകദേശം ആ കമ്പനികൾ, ആ ജോബ് ഗ്രാൻഡ് ചെയ്ത കമ്പനികൾക്ക് റീഎംബേഴ്സ് ചെയ്യാൻ തയ്യാറായാൽ അവിടെ ഒരു മാജിക്കൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഉണ്ടാവുകയാണ്. അതാണ് ഫ്രീ വർക്ക് സ്പേസ് ആൻഡ് ഫ്രീ ഇലക്ട്രിസിറ്റി. ലോകത്ത് ഇന്ന് വരെ ഞാൻ തിരഞ്ഞപ്പോൾ എവിടെയും കാണാത്ത, ആരും കൊടുക്കാത്ത ടെക് കമ്പനികൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ടുള്ള സ്പേസും ഫ്രീ ആയിട്ടുള്ള പവറും കൊടുക്കാനുള്ള ഒരു സംവിധാനവും കൂടി കേരളത്തിൽ അനൗൺസ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ മാജിക്കൽ സ്പോട്ട് ഫോർ ടെക് കമ്പനീസ് ആൻഡ് ഹോൾ ടെക് ജെയിൻസ് അക്രോസ് ദ വേൾഡ് വിൽ ഫ്ലോ. നമ്മുടെ നാട്ടിലേക്ക് പറന്ന് വന്നിറങ്ങുകയും അത് അറിയിക്കുക മാത്രം ചെയ്താൽ മതി. ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സാധനവും ഉണ്ടാക്കാൻ പ്രഷർ വരികയും അത് തന്നെ ഉണ്ടാവപ്പെടുകയും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വലിയൊരു MNC-കൾ മുഴുവൻ കേരളത്തിൽ വർക്ക് ചെയ്ത് 25 ലക്ഷം ടെക്കീസോടെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന രീതിയിൽ, ഇന്ന് സിലിക്കൺ വാലിയോ, ഇന്ന് US-നെയോ, ഇന്ന് ഇസ്രായേലിനെയൊക്കെ ബഹുമാനിക്കുന്ന രീതിയിൽ ലോകം മുഴുവൻ ഭയബഹുമാനത്തോടു കൂടി കാണാൻ ഈ നമ്മുടെ കൺട്രി ഈ ഭാഗത്തോടെയും ആ ലെവലിലേക്ക് ഭയബഹുമാനത്തോടുകൂടി കാണുമെന്നും ഒപ്പം അതുവഴി ഇവിടെ പ്രോസ്പെരിറ്റി, കുത്തൊഴുക്ക്, പണത്തിന്റെ കുത്തൊഴുക്ക് ഇവിടെ സംഭവിക്കും. പിന്നെ അപ്പം അതിൻ്റെ അകത്ത് സ്റ്റാർട്ടപ്സ് എങ്ങനെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ബിക്കോസ് ഇവിടെ ഒരു എക്കോസിസ്റ്റം ബിൽഡായി. ഇവിടെ സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പ് MNC മൾട്ടിനാഷണൽ കമ്പനീസ് എക്കോസിസ്റ്റം ബിൽഡാവാണ്. പിന്നെ നമ്മളൊക്കെ കണ്ടു വളരുന്നത് മുഴുവൻ ഇതാണ്. നമ്മുടെ കുട്ടികൾ, അടുത്ത തലമുറയൊക്കെ സ്വാഭാവികമായിക്കൊണ്ട് പിന്നെ അവരിനെ സ്റ്റാർട്ടപ്പ് പഠിപ്പിക്കണം. അവർ ഈ എക്കോസിസ്റ്റത്തിനകത്താണ്. 1000 ആളുകൾ ഈ MNC-കളുടെ അടുത്ത് എംപ്ലോയ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓണ്ടർപ്രണർ സ്കില്ലുള്ള 1-2 ആളുകൾ പുറത്തിറങ്ങി ദേ വിൽ കം അപ്പ് വിത്ത് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്, വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസ്. അതല്ലേ നമ്മുടെ സിലിക്കൺ വാലിയിൽ കണ്ടുവരുന്നത്. ബിക്കോസ് സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവരിനെ ജോലി കിട്ടാൻ വേണ്ടി ബോസ്റ്റണിലേക്കും ന്യൂയോർക്കിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് മാറിക്കൊണ്ട് HP എന്നുള്ളൊരു ചെറിയ കമ്പനിക്ക്, സ്റ്റാർട്ടപ്പിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും എയ്ഡ് ചെയ്ത് ഫണ്ട് ചെയ്ത് രൂപം കൊടുത്ത് അതിന്ന് ഈ ലെവലിലെത്തി. സിലിക്കൺ വാലി എന്നുള്ള ഒരു വലിയ സ്ഥലം, വലിയ ടെക്കുകൾ മുഴുവൻ ലോകം ശ്രദ്ധിക്കുന്ന സ്ഥലം ഈ ലോകത്ത് ഡെവലപ്പായിട്ട് 10, 50, 75, 100 കൊല്ലത്തിനുള്ളിൽ ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിൽ ഈ സൗകര്യം മുഴുവനുള്ള ഇന്റർനെറ്റ്, എല്ലാ സൗകര്യവും UPI പോലുള്ള എന്താ പറയുക, വളരെ ലോകത്തിൽ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. IT, അതായത് ഇന്റർനെറ്റും UPI ഒക്കെ. അതുപോലുള്ള രാജ്യത്ത് ഇനി ഇത് ആ ലെവലിലേക്ക് നമ്മൾ വേൾഡ് ലീഡേഴ്സ് ആവാൻ 10-25 കൊല്ലത്തിന് താമസമേ എടുക്കുള്ളൂ. പക്ഷെ അതെടുക്കും. ഇന്ന് വെച്ചിട്ട് നാളെ കിട്ടണം പറഞ്ഞാൽ കിട്ടൂല. അപ്പൊ അതിന് നമ്മളൊന്ന് എല്ലാവരും കൂടി ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചിട്ട് വളരെ ഹമ്പിളും സിമ്പിളും ആയിക്കൊണ്ട് കളവും ചതിയില്ലാതെ ഇത് അണ്ടർലൈൻ ചെയ്യണം ഞാൻ. 2 കാര്യങ്ങൾ. ഒന്ന്, വി മസ്റ്റ് ബി വെരി ഹമ്പിൾ. വളരെ ഹമ്പിൾ ആയിരിക്കണം, വളരെ ഓപ്പൺ ആയിരിക്കണം. 2, ഒരു കാരണവശാലും ഒരുത്തനെയും കക്കാനോ ചതിക്കാനോ കളവോ ഇതിൻ്റെ അകത്ത് വിടരുത്. ഇത് 2 വിട്ടാൽ നമ്മുടെ കോർ എലമെന്റ് പോകും. ഈ 2 കാര്യം മാത്രം നിലനിർത്തിയിട്ട് ഈ ടെക് പാർക്കുകൾ നമ്മളിവിടെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർലൈൻഡ് അതിലേക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ കാലശേഷം അടുത്ത തലമുറ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഭാഗത്തേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, മാറി മാറി വരുന്ന ഗവൺമെന്റ് മുഴുവൻ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ഇറ്റ് വിൽ ബി എ വേൾഡ് ക്ലാസ് ഗ്ലോബലി റെസ്പെക്റ്റഡ് ടെക് ഹബ് വിത്തിൻ അനദർ 25 to 50 years, നോ ഡൗട്ട്. താങ്ക് യു സോ മച്ച്. ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. ഈ ഒരു കണ്ടന്റാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഓരോ മലയാളിയും മനസ്സിലാക്കിയിരിക്കേണ്ട സാമ്പത്തിക കുത്തൊഴുക്കിന്റെ സാധ്യതകളും കഥകളും അത് മനസ്സിലാക്കണം. ഓരോ മലയാളിയുടെയും അകത്ത്, മനസ്സിന്റെ അകത്തുനിന്ന് അവരെ എന്താ പറയുക, ജീവന് തുല്യമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വികാരം ഉണ്ടാകണം. നമുക്കിവിടെ ഇത് ചെയ്യാൻ കഴിയും. നമ്മളുടെ സ്ഥലത്തിൽ നമുക്ക് ടെക് ഹബ്ബാക്കി മാറ്റാൻ, റെസ്പെക്റ്റഡ് ടെക് ഹബ്, വെറും ടെക് ഹബ് അല്ല, റെസ്പെക്റ്റഡ് ടെക് ഹബ്.
എല്ലാ സൊല്യൂഷനും എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ നമുക്കിവിടെ ഉണ്ട്. അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാപ്പൻ. ടൈം മാറ്റേഴ്സ്. ദാറ്റ്സ് ഓൾ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈയേഴ്സും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യലുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയും സൂപ്പർ എഫിഷ്യന്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ CT ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നു തന്നെ, കാസർഗോഡ് വന്നു തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.